السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك لعلى خلق عظيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകരായ വിദ്യാർത്ഥികൾ, ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന പൂർത്തീകരിച്ച് പഠിപ്പിക്കപ്പെട്ടു. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കപ്പെടാൻ ഏറ്റവും വലിയ നിമിത്തം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹോന്നതമായ സ്വഭാവമാണ്. വഹീ ഇറങ്ങി ആദ്യമായി വന്ന് പ്രബോധനം സ്വീകരിച്ച വ്യക്തി നമുക്കറിയാം, സ്ത്രീകളിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി വഹീ ഇറങ്ങിയ സംഭവം പറഞ്ഞതും മഹദിയോടാണ്. യാതൊരു സംശയവും ഇല്ലാതെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പ്രത്യേകം മുഅ്ജിസത്തൊന്നും കാണിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല. ഖുർആനിന്റെ വലിയ ആകർഷണീയമായ അതിൻ്റെ ഏത് എതിരാളിയെയും മുട്ടുകുത്തിക്കുന്ന സാഹിത്യ ഭാഷകളോ ആശയ ഗാംഭീര്യമുള്ള അതിൻ്റെ വാചകങ്ങളോ അതിൻ്റെ കോർവയിൽ ഉള്ള കുറേ ഏറെ ആയത്തുകളോ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്ത നിർവഹണത്തിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്ന ഭയം കൊണ്ട് പേടിച്ച് വിറച്ച് പനിച്ച് വന്ന് സങ്കടം പറയുമ്പോൾ, വിഷയം പറയുമ്പോൾ ഉടനെ പറയുന്ന വാക്കുകൾ കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ, തങ്ങളൊന്നും പേടിക്കണ്ട, അങ്ങയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിക്കുകയില്ല. എന്തുകൊണ്ട്? അവിടുന്ന് സത്യത്തിലാണ്, ശരിയാണ്, അവിടുന്ന് ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നതിന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുന്നത് അവിടുത്തെ കഴിഞ്ഞകാല സ്വഭാവമാണ്. ഇന്നക ലതസിലുർ റഹ്മ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. അതൊരു വലിയ സ്വഭാവമാണ്, നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സ്വഭാവം. കുടുംബബന്ധം ചേർക്കുക, അതേപോലെ വതസ്തുഖുൽ ഹദീസ്,
സത്യം മാത്രം പറയുക. പ്രബോധനം ചെയ്യേണ്ടുന്ന ആളുകളാണ് നമ്മളെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എളിയവരായ പ്രവർത്തകരാണ്. നമ്മളിലൂടെയാണ് ഇസ്ലാമിന്റെ ദഅവത്ത് നടക്കേണ്ടത്. ആ ദഅവത്ത് നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചവരാണ് എല്ലാ അമ്പിയാക്കളും. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരും അവസാനത്തെ വ്യക്തിയും പൂർത്തീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും ഉന്നതമായ സ്വഭാവം, ആ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്നാണല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സൽസ്വഭാവമാണ്. അതിൽ നിന്നുള്ള എല്ലാ വിഷയങ്ങളും സൽസ്വഭാവമാണ്. ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ഐസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഇറങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നല്ല തറവാടിത്തമുള്ള ഒരു പെണ്ണാണ്, ബുദ്ധിമതിയായ പെണ്ണാണ്, വളരെ ആഴത്തിൽ ആലോചിക്കാൻ കഴിവുള്ള ഒരു പെണ്ണാണ്, ബിസിനസ്സുകാരിയാണ്. പക്ഷെ ആ ബിസിനസ് നടത്താൻ അനുയോജ്യമായ ഒരു വ്യക്തിയെ കണ്ടെത്തിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ ഡ്യൂട്ടി ഉള്ള കാലം അല്ല, മറിച്ച് ദഅവത്തിന് പര്യാപ്തമായ വിധത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിന് വളർത്തിയെടുക്കുന്ന കാലമാണ്. 40 വർഷം. ലഖദ് ലബിത്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങളിൽ കുറെ കാലം 40 വർഷം ജീവിച്ചില്ലേ, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് പ്രബോധിതരായ ശത്രുക്കളോട് ചോദിക്കാനാണ് ഖുർആൻ സൂറത്ത് യൂനുസിൽ ആജ്ഞാപിച്ചത്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഞാൻ നിങ്ങളിൽ 40 വർഷം ജീവിച്ചു. ആ 40 വർഷത്തിനിടയിൽ നിങ്ങൾക്കറിയാമല്ലോ, എന്റെ കുട്ടിക്കാലം മുതലേ അറിയാമല്ലോ, ഞാൻ ഒരു ഗുരുനാഥനെയും സമീപിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ എഴുത്തും വായനയും പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ അത് അഭ്യസിച്ചിട്ടില്ല. അതേപോലെ ഞാൻ ഒരാളുടെ മുന്നിലും ഇരുന്ന് ഒരാളുടെ ഉപദേശം, അധ്യാപനം എനിക്ക് ലഭിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് തന്നെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ബാപ്പ നേരത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെല്ലാമായിട്ടും ഞാൻ ഏറ്റവും ഉന്നതമായ സ്വഭാവം പഠിപ്പിക്കുന്ന, ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടതയുള്ള, ആശയ ഗാംഭീര്യമുള്ള, ശ്രവണമാധുര്യമുള്ള ഖുർആൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരുന്നു. ഇത് എന്റെ സ്വന്തം വകയിൽ എനിക്കൊരു നിലക്കും കഴിയില്ല എന്ന് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ആലോചിക്കാമല്ലോ. ഈ 40 കൊല്ലവും ഞാൻ ഇങ്ങനെ ഒന്നും ഓതി തന്നിട്ടില്ലല്ലോ. മാ തലൗതുഹു അലൈക്കും, അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ ഇത് ഓതി തരില്ലായിരുന്നു. വലാ അദ്റാകും ബിഹി, എനിക്കത് നിങ്ങളെ അറിയിക്കാൻ വകുപ്പില്ലായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇങ്ങനെ വഹ്യായി നൽകിയപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. ഇത് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്, ഞാനിപ്പോൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്ന ആശയമാണ്. നിങ്ങളെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്? ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നവൻ ആരാണ്? ഭക്ഷണം തരുന്നവൻ ആരാണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഒന്നേ ഉള്ളൂ, അല്ലാഹ്. അങ്ങനെ നിങ്ങളെല്ലാവരും മറുപടി പറയുന്ന സ്ഥിതിക്ക് സർവ വിഷയങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, പടച്ചവൻ അല്ലാഹുവാണ് എന്ന് വരുമ്പോൾ അതിനാൽ
സൃഷ്ടാവ് ആയതിനാൽ ഫഅബ്ദു, അവനെ മാത്രം ആരാധിക്കുക. സൃഷ്ടാവിന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. അതുകൊണ്ടാണ് ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി ഈ ഫാ എന്ന അക്ഷരം സബബിയാണെന്ന്, സൃഷ്ടിക്കുക എന്ന ഒരു കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന സംഗതിയായതുകൊണ്ട് ഇസ്തിഹ്ഖാഖുൽ ഇബാദ, ആരാധനക്കുള്ള അർഹത ലഭ്യമാകുന്നത് സൃഷ്ടാവാകുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും ആരാധനക്ക് അർഹതയില്ല, ഖാലിഖിന് മാത്രമേ ഉള്ളൂ. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണല്ലോ. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ? അല്ല, അറൂനി മാദാ ഖലഖു, നിങ്ങൾ കുറെ ദൈവങ്ങളെ ആരാധിക്കുന്നു, ആ ദൈവങ്ങൾ എന്താ പടച്ചത് നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു തെളിവാണത്. ഖാലിഖായി എന്നതാണ് ഇബാദത്തിന് അർഹതയുണ്ടാകുന്ന കാര്യം. അല്ലാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടുന്ന ഒരാശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. എന്നാൽ അതോടുകൂടെ ഞാൻ പറയുന്ന ഒരു വാക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതേ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന യഥാർത്ഥ ആരാധ്യനായ അല്ലാഹു എന്നെ ഒരു സാധാരണക്കാരനായിട്ടല്ല നിയോഗിച്ചത്, അല്ലാഹു പറഞ്ഞയച്ച പ്രതിനിധിയായിട്ടാണ്, അല്ലാഹുവിന്റെ റസൂലായിട്ടാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം, അത് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അതാണല്ലോ അവിടുത്തെ പ്രബോധനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം, ദഅവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ പ്രബോധനത്തിന്റെ തുടക്കം കുറിക്കേണ്ടുന്ന സ്ഥലമാണ് ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങളെ സംബന്ധിച്ച് ഒരു സംശയവും ഇല്ല. അവിടുന്ന് എന്ത് പറഞ്ഞോ അതിൽ കളവുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം ഈ ഇത്രയും കാലം ഒരുപാട് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടെ എല്ലാം കണ്ടുവന്ന ഒരു വിഷയം, സത്യം മാത്രമേ അവിടുന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും കുടുംബത്തെ അവഗണിച്ചിട്ടില്ല, കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അതിന്റെ പുറമെ വളരെ ഭാരമേറിയ പ്രയാസമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള ജിജ്ഞാസയും അതിനുള്ള എല്ലാ ആഗ്രഹവും അത് വിജയിപ്പിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞ ആളാണ് അവിടുന്ന്. ഇല്ലാത്ത ആളുകൾക്ക്, ഇല്ലായ്മയുള്ളവർക്ക് അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അവിടുത്തെ സ്വഭാവം ഏറ്റവും മഹത്വമേറിയ സ്വഭാവമാണ്. അങ്ങനെയുള്ള അങ്ങയെ അല്ലാഹു ഒരിക്കലും കൈയൊഴിക്കുകയില്ല. അതിന്റെ എല്ലാം പുറമെ എവിടെയും സത്യവും അസത്യവും ഉണ്ടാകും, ഏത് വിഷയത്തിലും ഉണ്ടാകും, ഏത് കാലത്തും ഉണ്ടാകും, ഏത് രംഗത്തും ഉണ്ടാകും. അവിടെ സത്യത്തിനെതിരെ ആര് രംഗത്ത് വന്നാലും സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവിടെ വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്ന ആളാണല്ലോ അവിടുന്ന്. ഈ വിശേഷണങ്ങളൊക്കെ അവിടുത്തെ സ്വഭാവത്തിൽ ഉള്ളതിനാൽ അവിടുന്ന് പറയുന്ന കാര്യം 100% സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അവിടുന്ന് പരാജയപ്പെടുകയില്ല, എനിക്ക് ബോധ്യമുണ്ട്. അങ്ങയെ അല്ലാഹു കൈയൊഴിക്കുകയില്ല. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തിയത് എന്തുകൊണ്ടാണ്? സ്വഭാവം കൊണ്ടാണ്. അവിടുത്തെ ആ വലിയ സ്വഭാവം, ആ സ്വഭാവം കൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹാ വിലയിരുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത് തന്നെ വലിയ ഒരു സ്വഭാവമാണ്. നിങ്ങളെല്ലാവരും വളരെ രാവിലെ മുതലേ ഈ മഹബ്ബ പരിപാടിയിൽ പങ്കെടുത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വന്ന് സുഖമായി ഇരുന്ന് അങ്ങനെ വിശ്രമിക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ശല്യം ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ ഒരു സലാത്ത് ചൊല്ലിയാൽ വളരെ സന്തോഷം. സലാത്തുൻ
അലാ നൂറിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ ثم كل الصحابة. ഇരുന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ പണക്കാരിയാണ്. വവജദക ആയിലൻ ഫഅഗ്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലം സാമ്പത്തിക ശേഷിയുള്ള കാലം അല്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഐശ്വര്യമുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആദ്യത്തിൽ സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയുള്ള കാലമാണ്. അവസാനം ഐശ്വര്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഐശ്വര്യം അവിടുന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അടിച്ചുപൊളിയായി ജീവിച്ചിട്ടില്ല. ഐശ്വര്യം ഉണ്ടായി എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യകാലങ്ങളിൽ ഒരാൾ മരിച്ചിട്ട് മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നബി തങ്ങൾ ചോദിക്കും, ഈ മയ്യിത്തിന് കടം ഉണ്ടോ എന്ന് ചോദിക്കും. കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അനുയായികളോട് ചോദിക്കും, അദ്ദേഹത്തിന്റെ കടം നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ? അനുയായികൾക്ക് വേണ്ടി ശ്രദ്ധിക്കുകയും ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഒരു ദാഇക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അനുയായികൾ എന്തോ ആകട്ടെ എന്ന് ചിന്തിക്കുന്നവനല്ലല്ലോ ഒരു ശരിയായ ദാഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടി പ്രചോദനം നൽകും. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഏറ്റെടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സന്തോഷം പ്രകടിപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കും. അതേ സമയത്ത് ആ ആദ്യകാലങ്ങളിൽ നബി തങ്ങൾക്ക് സ്വന്തത്തിൽ കഴിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നബി തങ്ങൾ തന്നെ ഏറ്റെടുക്കുമായിരുന്നു. അങ്ങനെ ആരും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം ഉള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കും. എന്നിട്ട് സഹാബികളോട് മയ്യിത്ത് നിസ്കരിക്കാൻ പറയും. മയ്യിത്ത് നിസ്കാരം തീരെ നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സഹാബികൾ നിസ്കരിക്കും. നബി തങ്ങൾ എന്തിനാണ് മാറി നിന്നത്? അത് ഒരു ആശയം പഠിപ്പിക്കാനാണ്, മെസ്സേജ് നൽകാനാണ്. കടത്തോടുകൂടെ മരിച്ചു പോവുക എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന മെസ്സേജ് കൈമാറാനാണ് നബി തങ്ങൾ മാറി നിന്നിരുന്നത്. അല്ലാതെ അദ്ദേഹത്തോട് കാരുണ്യമില്ലാഞ്ഞിട്ടല്ല. ഏതുപോലെ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കും. സഹാബികളോട് നിസ്കരിക്കാൻ പറയും. ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധിക്കാൻ പറ്റില്ല. ഒരു വൻ കുറ്റം ചെയ്തുകൊണ്ട് മരിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. വലിയ തെറ്റാണ്. ഖത്ലുൻ നഫ്സ് 7 ഏറ്റവും വലിയ നാശകാരികളായ 7 തെറ്റുകളിൽ ഒന്നാണല്ലോ. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലോ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അള്ളാഹുവിന് ഒരു കൂറുകാരൻ, ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ തുല്യതയുള്ളവൻ ഉണ്ടെന്ന് വിശ്വസിക്കൽ, അതാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത്. അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത് അതാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫത്തിലോ അഫ്ആലിലോ അള്ളാഹുവിനെ പോലെയുള്ള ഒരു പ്രവർത്തനം അതാർക്കും ഉണ്ടാവുകയില്ല. അള്ളാഹുവിനുള്ളത് പോലെയുള്ള ഒരു വിശേഷണം അതാർക്കും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അറിവ് അത് വേറെ തന്നെയാണ്. മറ്റുള്ളവരുടെ അറിവെല്ലാം അള്ളാഹു കൊടുത്തിട്ടുള്ള അറിവാണ്. അള്ളാഹുവിൻ്റെത് ആരും കൊടുത്തിട്ടുള്ളത് അല്ല. അള്ളാഹുവിന്റെ കേൾവി സ്വന്തമായി ഉള്ളതാണ്, ആരും കേൾപ്പിച്ചു കൊടുത്തിട്ട് ഉള്ളത് അല്ല. അള്ളാഹുവിന്റെ കാഴ്ച സ്വന്തമുള്ളതാണ്, അതിന് ഒരു കണ്ണിന്റെയോ കാതിന്റെയോ ഒന്നും ആവശ്യം ഇല്ല. ആ അള്ളാഹുവിന്റെ കാഴ്ചയും കേൾവിയും അറിവും കഴിവും എല്ലാം സ്വന്തമായി ഉള്ളതാണ്. നമുക്ക് ഏത് സൃഷ്ടികൾക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു തആല തന്നിട്ട് ലഭിക്കുന്നത് മാത്രമാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. നമ്മളെല്ലാം ഉള്ളവരാണ് എന്നതിന് തുടക്കം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിവരമുണ്ടെന്ന് നമുക്കറിയാം. എത്ര വിവരം! ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. സർവ്വ അറിവുകളും രേഖപ്പെടുത്തപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ നബി തങ്ങളുടെ അറിവ് അത് ഹാദിസാണ്, അത് പുതുതായി ഉണ്ടായതാണ്. അതായത് തുടക്കമില്ലാതെ ഉള്ള അറിവല്ല. കാരണം നബി തങ്ങൾ തന്നെ ഹാദിസാണ്. നബി തങ്ങൾ തന്നെ അള്ളാഹുവിനെ പോലെ തുടക്കമില്ലാത്തവൻ അല്ലല്ലോ. നബി തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചതാണ്.
അപ്പൊ ആ നബിതങ്ങൾ തന്നെ ഹാദിസാണ്, പിന്നെ നബിതങ്ങളുടെ അറിവ് ഹാദിസാണെന്ന് പറയണോ? അപ്പൊ എല്ലാ സൃഷ്ടികളുടെയും ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു നൽകിയിട്ട് മാത്രം ഉള്ളതാണ്. അള്ളാഹുവിന്റെ വിശേഷണം വേറെ ആർക്കും ഇല്ല. അള്ളാഹുവിന്റെ പ്രവൃത്തി അത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കലാണ്, സൃഷ്ടിച്ചു കൊടുക്കലാണ്. അത് ലോകത്ത് ഒരു ആൾക്കും ഇല്ല, പഠിച്ചവന് മാത്രം. അലാ ലഹുൽ ഖൽഖ്, സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിലേക്ക് ക്ഷണിക്കാനാണ് സർവ്വ അമ്പിയാക്കളെയും പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞയക്കപ്പെട്ട അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ എന്ന് ഖുർആൻ പറഞ്ഞ ദാഇകളിൽ ഏറ്റവും വലിയ ദാഇയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ സ്വഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മരിച്ചുപോയ മയ്യിത്ത്, ആ മയ്യത്തിന്റെ കടം മറ്റാരെക്കൊണ്ടെങ്കിലും ഏറ്റെടുപ്പിച്ചിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്നു. ആരും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ ഗൗരവം പഠിപ്പിക്കുക എന്നതിന് വേണ്ടി അവിടുന്ന് മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുന്നു. ഇതേപോലെ ആത്മഹത്യ ചെയ്ത് മരിക്കുക എന്നത് കടുത്ത തെറ്റാണ്. അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഒന്നാമത്തെ വിഷയം കഴിഞ്ഞാൽ രണ്ടാമത്തെ തെറ്റാണല്ലോ ഖത്ലുൻ നഫ്സ്, ശരീരത്തെ കൊല്ലുക എന്നത്. അങ്ങനെ ശരീരത്തെ കൊന്നുകളയുക എന്ന തെറ്റ് ചെയ്തവനാണല്ലോ ആത്മഹത്യ ചെയ്തവൻ. അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം ഉള്ള ആളുകൾക്ക് ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് വേറെയുള്ളവരെ കൊണ്ട് ഏറ്റെടുപ്പിക്കും. അതിന് ആരും തയ്യാറായില്ലെങ്കിൽ മാറി നിൽക്കും. എന്നാൽ അവസാന കാലത്ത് നബിതങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. നബിതങ്ങൾക്ക് അല്ലാഹു തആല ഗിന കൊടുത്തിട്ടുണ്ട്, ഐശ്വര്യം കൊടുത്തിട്ടുണ്ട്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം സ്വന്തമായി ഏറ്റെടുക്കും, എന്നിട്ട് അത് വീട്ടും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി മയ്യിത്ത് നിസ്കരിക്കും. അങ്ങനെയാണ് നമുക്കും മറ്റുള്ളവർക്ക് ഒരു കടം ഉണ്ടായാൽ, മറ്റുള്ളവർക്ക് ഒരു പ്രയാസമുണ്ടായാൽ ഏറ്റെടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കും ഉണ്ടാകണം. അപ്പോഴേ നമ്മളൊരു ദായി ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ദായി ആവൂല. നമ്മൾ ചിലര് ഒരാൾ മരിച്ചാൽ സുബ്ഹാനല്ലാഹ് അന്നൗമു അഖുൽ മൗതീനാണ്, അന്നൗമു അഖുൽ മൗതീനാണ്. ചിലരൊക്കെ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിന്റെ തൊട്ടടുത്തുള്ള സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ അവിടുന്ന് അത് പൂർത്തിയാക്കി കൊടുക്കുന്നു. നബി തങ്ങൾക്ക് ശേഷം അങ്ങനെ ഐശ്വര്യമുണ്ടായി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക ശേഷി ഉള്ള ആളല്ല. അതാണ് ശേഷം അല്ലാഹു തആല ഐശ്വര്യം തന്നു. നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോ ചിലർക്ക് പറയാറുണ്ട്, ഉള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് ഒരു യഹൂദിയുടെ അടുക്കൽ അവിടുത്തെ ഒരു പടയങ്കി പണയത്തിലായിരുന്നു എന്ന് ഹദീസിൽ ഉണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കുറച്ചു നേരം നമുക്ക് നിൽക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ കുറേ നേരം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ പടയങ്കി പണയത്തിലായിരുന്നു എന്ന് ഹദീസിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണയങ്കി പണയത്തിലായിരുന്നു. അപ്പൊ ആളുകൾക്ക് തോന്നും നബി തങ്ങൾക്ക് വലിയ ഞെരുക്കമാണ് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെ? ഖുർആൻ പറഞ്ഞ നബി തങ്ങൾക്ക് ഐശ്വര്യം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. സംഗതി നബി തങ്ങൾ വഫാത്താകുമ്പോൾ പണയത്തിലല്ലേ എന്ന് തോന്നും. പണയത്തിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐശ്വര്യം ഉണ്ട് എന്നാണ്. കാരണം എല്ലാവർക്കും അറിയാം പണയം വെക്ക എങ്ങനെയാണ്. 1000 ഉറുപ്പിക്ക് പണയം വെക്ക ചിലപ്പോൾ 2000 ഉറുപ്പിന്റെ സാധനമാണ്. അപ്പൊ 2000 ഉറുപ്പിയുടെ ഉടമസ്ഥനാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ സംഖ്യക്കുള്ള വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നബി തങ്ങൾ ഐശ്വര്യമുള്ള ആളാണ്. ഐശ്വര്യമാണ് പഠിച്ചവനോട് ചോദിക്കേണ്ടത്, അല്ലാതെ പ്രയാസമല്ല ചോദിക്കേണ്ടത്. നസ്അലുക്കൽ ഗിന, ഐശ്വര്യം ചോദിക്കുന്നു എന്നാണ് പഠിച്ചവനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഐശ്വര്യമാണ് വേണ്ടത്. അതേ സമയത്ത് ഐശ്വര്യം എന്ന് പറയുന്നത് കുറെ പണം ഉണ്ടാകലാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. വഖദൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ ഐശ്വര്യം. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര ഉണ്ടായാലും മതിയാകാത്ത ചില ആളുകളുണ്ട്. അവർ ഐശ്വര്യക്കാരല്ല, ഞെരുക്കക്കാരാണ്. ഹൈപ്പർ മാർക്കറ്റ്
നടത്തുന്ന ഒരു മുതലാളിയുടെ അടുത്ത് പിരിവിന് ചെന്നു. അദ്ദേഹത്തിന്റെ ഹൈപ്പർ മാർക്കറ്റ് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു പാവപ്പെട്ട തൊഴിലാളി വന്നു, ഉസ്താദപ്പാ വന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് വിഷയം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ സംഖ്യ എടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെയാണ് ശമ്പളം കിട്ടിയത്, ഇന്ന് കണ്ട് വലിയ സന്തോഷമായി, ഞാനും തരാന്ന് പറഞ്ഞു. അത് വലിയ റാഹത്തിലാണ് ആ ചെറുപ്പക്കാരൻ. ചെറിയ ശമ്പളമേ ഉള്ളൂ അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് മുതലാളിനെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിന്ന് അവസാനത്തിൽ കൂടി അയാളെ കണ്ട് കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത്, എനിക്കൊരു 45 ഹൈപ്പർ മാർക്കറ്റേ ഉള്ളൂ, പക്ഷേ 46ാമത് തുറക്കാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായി വാടക കൊടുക്കുന്നു, ഇതുവരെയും പല കടലാസും ശരിയായിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് തുറന്നതിന് ശേഷം നമുക്ക് നോക്കാന്നാണ്. അപ്പൊ തോന്നി നമ്മള് പാവം ചെറുപ്പക്കാരൻ തന്നത് അയാൾക്ക് അങ്ങോട്ട് കൊടുത്താലോ എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ഐശ്വര്യം ഇല്ല, എപ്പോഴും ഞെരുക്കാണ്. അതല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. ഐശ്വര്യം മനസ്സിന്റെ സമാധാനമാണ് ഐശ്വര്യം. ഇരുന്നോളി, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല, എന്നിട്ടും നല്ല ബിസിനസ്സുകാരിയായ ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സെലക്ട് ചെയ്ത് ഭർത്താവാക്കാനുള്ള കാരണം എന്താണ്? അമാനത്താണ്, അവിടുത്തെ വിശ്വസ്തതയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് SSFന്റെ പ്രവർത്തകർക്ക് മുഴുവനും ഉണ്ടാകേണ്ടത്, SOSകാർക്കും ഉണ്ടാകേണ്ടത്, മുസ്ലിം ജമാഅത്തുകാർക്കും ഉണ്ടാകേണ്ടത്, എല്ലാവർക്കും, എല്ലാ മുസ്ലിമിനും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അമാനത്ത്. അതേ വിശ്വസ്തത. അത് എത്രത്തോളം, അത് സാമ്പത്തിക രംഗത്ത് മാത്രം പോരാ, സാമ്പത്തിക രംഗത്ത് ഉണ്ടാകണം. അതിന്റെ പുറമെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുക, അതിൽ ഏറ്റവും വലിയ അമാനത്ത് നമുക്ക് ഉണ്ടാകണം. നമുക്ക് സുഖിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദീനീ ദഅവത്ത് എന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് മറ്റുള്ളവർ ഹിദായത്തിലേക്ക് വന്ന് നമുക്ക് സ്വർഗത്തിൽ സുഖിക്കാനുള്ളതാണ് ദഅവത്ത് എന്ന ബോധമാണ് നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് അവിടുന്ന് നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ അമ്മാമന്മാരുടെ സഹായം ലഭിക്കുമെന്ന് നിനക്ക് തായിഫിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്ന് കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു, ഭ്രാന്തന്മാരെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. അവിടുത്തെ കാലിൽ രക്തം പൊട്ടി ഒലിക്കുമ്പോൾ ക്ഷീണിതനായി ഇരുന്നു പോയി. അവിടെ മലക്ക് വന്നിട്ട്, ഇതാ ഈ പർവ്വതം, അതുകൊണ്ട് അല്ലാഹു തആല എനിക്കത് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, തങ്ങളിപ്പോൾ പറഞ്ഞാൽ ആ ആക്രമിച്ച ആളുകളെ മുഴുവനും ഞാൻ നശിപ്പിച്ചോളാം എന്ന് പറയുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട, അവരിൽ ആരെങ്കിലും ഒന്ന് ഹിദായത്തായാലോ അല്ലെങ്കിൽ അവരുടെ മക്കളെങ്കിലും നന്നായാലോ, അതുകൊണ്ട് അവരെ നശിപ്പിക്കണ്ട എന്ന് പറയുന്ന ആ വിശാലമായ മനസ്സ്, അതല്ലേ അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക ബിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅന ലക ദിക്റക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, വിശാലമായ മനസ്സ്. എത്ര തെറ്റ് ചെയ്തവർക്കും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ്, എത്ര ആക്രമണം ചെയ്തവർക്കും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ്. നമ്മള് ഒരു 4 കൊല്ലം മുമ്പ് നമ്മുടെ SSFന്റെ ഒരു പോസ്റ്റർ കീറിയവനാണ് അവൻ. ഇനി മരിക്കുന്നവരെ അവൻ നന്നായാ പറ്റില്ല, മരിക്കുന്നവരെ അവൻ നമ്മുടെ സംഘടനയിൽ വന്നാൽ പറ്റില്ല. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടത് അവനിപ്പോ നമ്മളിലേക്ക് വരാന്ന് തോന്നിയില്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരാൾ, നേരത്തെ കഠിന ശത്രുവായിരുന്ന ഒരാൾ, അദ്ദേഹം നമ്മളുടെ ഒരു നേതാവിനെ വന്ന് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ SSFന്റെ നേതാക്കളിൽ, സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി. ഈ സ്റ്റേജിലുണ്ടല്ലോ. അതെ, BS ഉസ്താദിനെ ഒന്ന് ക്ഷണിക്കാന്ന് കാസർഗോഡുള്ള കഠിന വിരോധിയായിരുന്ന ഒരു ചെറുപ്പക്കാരന് കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി തോന്നുക. അങ്ങനെ BS ഉസ്താദിനെ വന്ന് ക്ഷണിക്കുകയാണ്. അദ്ദേഹം പോവാണ് എന്ന് തോന്നുമ്പോ മെല്ലെ നമ്മള് ഒരു മെസ്സേജ്, നിങ്ങളതിന് പോരുതേ, അവൻ പണ്ട് അങ്ങനെ ചെയ്ത ആളാണ് എന്ന് പറയുന്ന മെസ്സേജ്. ഇങ്ങനെയാണോ നമ്മുടെ ദഅവത്ത്? അങ്ങനെയല്ലല്ലോ നമ്മുടെ ദഅവത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലും അത് രക്തപ്പെട്ടി വലിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അപ്പോഴും ചിന്തിക്കുന്നത് അവർ നന്നായില്ലെങ്കിൽ അവരെ മക്കളെങ്കിലും നന്നായാലോ, അവരെ നശിപ്പിക്കണ്ട. അതല്ലേ ഒരു ദാഇക്ക് ഉണ്ടാകേണ്ട മനസ്സ്. അലം നശ്റഹ് ലക സദ്റക, തങ്ങളുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ? അതെന്തൊരു തുറക്കലാണ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഇശ്റഹ് ലീ സദ്രി എന്ന് പഠിച്ചവനോട് ദ്വാരക്കുകയാണ്, എന്റെ മനസ്സ് തുറന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാമിനെ പോലെ അല്ലല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ മനസ്സ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്താണ്? ഇവിടുത്തെ സ്വഭാവം സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി രണ്ടാളുകൾ കഅബയുടെ സമീപത്ത് വെച്ച് ചർച്ച ചെയ്തു. ഇനി ഞാൻ ചില ചോദ്യം ചോദിക്കാൻ പോവാണ്. ആരും ഓർക്കണ്ട, മുന്നിലുള്ള ആൾ പ്രത്യേകിച്ച് ഓർക്കണ്ട. ചോദ്യം ബേക്കിലുള്ളവരോടാ ചോദിക്കുക. സഫ്വാൻ ഇബ്നു ഉമയ്യ, ഉമയ്യ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു മുശ്രിക്കാണ്, അബൂജഹലിന്റെ കൂറുകാരനാണ്. ആ സഫ്വാൻ ഇബ്നു ഉമയ്യ ഉമയ്യയുടെ മകനാണ്. ഉമയ്യ എന്ന് പറയുന്ന ആള് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ്. മദീനത്ത് വന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് അദ്ദേഹം തങ്ങുക. മക്കയിൽ ചെന്നാൽ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയാണ് തങ്ങുക. മുശ്രിക്കായിരിക്കെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്ക് പോവാണ്. ആര് മുശ്രിക്ക്? ഉമയ്യ മുശ്രിക്കാണ്, സഅദ് റളിയല്ലാഹു അൻഹു അല്ല. അങ്ങനെ അവിടെ ചെന്നു. സാധാരണ പോലെ തന്നെ അദ്ദേഹം മുശ്രിക്കായതുകൊണ്ട് നമുക്കെന്താണ്, പരസ്പര സൗഹൃദം കെട്ടുകൂടാന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അടുക്കലാണ് പോയി ഇറങ്ങുന്നത്. ഉംറക്ക് പോയാൽ തവാഫ് ചെയ്യാൻ എപ്പോഴും സൗകര്യമുള്ള സമയം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. ഉച്ചക്ക് മുമ്പാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഉച്ചക്ക് മുമ്പാണ്. അങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അബൂജഹൽ അങ്ങനെ ഇങ്ങോട്ട്, ആഹാ നീ ഇവിടെ ഈ അബൂ സഫ്വാനിന്റെ കൂടെ അല്ലായിരുന്നുവെങ്കിൽ നീ തിരിച്ചു മക്കത്തേക്ക് മദീനത്തേക്ക് പോലായിരുന്നു. നീയല്ലേ ആ മുഹമ്മദിനും കൂട്ടർക്കും അഭയം നൽകിയ കൂട്ടത്തിലുള്ള ആളല്ലേ, സഹായിച്ച ആളല്ലേ? അപ്പോ ഉമയ്യയോട് തിരിച്ച് സഅദ് റളിയല്ലാഹു അൻഹു ധീരത വേണം. അത് ദായിക്ക് ആവശ്യമാണ്. പതറാനൊന്നും പാടില്ല. സഅദ് റളിയല്ലാഹു അൻഹു അവന്റെ നാട്ടിൽ അവനല്ലേ ഇവിടുത്തെ വലിയ ആള് എന്ന് വിചാരിച്ചിട്ട് പതറിയിട്ടൊന്നുമില്ല. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞെന്താണ്, അങ്ങനെ നീ ചെയ്താൽ നീ മദീനത്തോട്ട് വരുമ്പോ അപ്പൊ അതിനേക്കാൾ അപ്പുറം നമ്മൾ തിരിച്ചടിക്കും. ധീരതയ്ക്ക് ഒരു കുറവില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി സൗഹൃദമൊക്കെ ഓക്കെ. അങ്ങനെ അപ്പോൾ ഉമയ്യ പറഞ്ഞു, ശബ്ദത്തിൽ പറയല്ല, അതിവിടുത്തെ വലിയ നേതാവാണ് അബൂജഹലിനെ കുറിച്ച്. അപ്പൊ ഉമയ്യ എന്നോട് പറയാണ്, സഅദ് റളിയല്ലാഹു അൻഹു, ആ നബിയും സഹാബത്തും ഒക്കെ നിങ്ങളുമായി അകന്നിങ്ങനെ നിന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ നടന്നു പോകാം എന്ന അർത്ഥത്തിൽ പറയാണ്. അവര് നിങ്ങളെ കൊല്ലൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമയ്യയോടാണ് പറഞ്ഞത്, സുഹൃത്തിനോടാണ് പറഞ്ഞത്. അദ്ദേഹം ചോദിക്കാണ്, മക്കയിൽ വെച്ചാണോ അല്ല പുറത്തുനിന്നാണോ? കാരണം മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞത് ശരിയായിരിക്കും. കളവ് മുഹമ്മദ് നബി പറയൂല എന്ന് ഉറപ്പാണ്. മക്കയിലാണോ പുറത്തുനിന്നാണോ അതിന് എനിക്കറിയില്ല. അത് അറിയില്ല എന്ന് പറയല്ല. അപ്പൊ ഉമയ്യ നേരെ ചെന്നിട്ട് ഭാര്യനോട് പറയണം, മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞതായിട്ട് സഅദ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിനി മക്കത്തുനിന്ന് ഒരു സ്ഥലത്തും പോവില്ല. അങ്ങനെയാണല്ലോ ചിലരെ വിഡ്ഢിത്തം അങ്ങനെയാണല്ലോ. ഫിറഔന്റെ വിഡ്ഢിത്തം കണ്ടില്ലേ? ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്, അയാൾ മുഖേന നിന്റെ നാശം വരും, അവൻ എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാണ്. എന്നിട്ടോ ഇന്നുണ്ടായി ഒന്നും ഉണ്ടാകാനില്ല. ആ കുട്ടി ജനിച്ചിട്ടോ ആ ജനിച്ച കുട്ടിയെ ഫിറഔന്റെ കൊട്ടാരത്തിൽ അല്ലാഹു തആല വളർത്തി. എന്നിട്ടോ ഉമ്മാനെ കൊണ്ട് തന്നെ മുല കൊടുക്കുന്നതിനോ ഫിറഔനെ കൊണ്ട് ശമ്പളവും കൊടുപ്പിച്ചു. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ മാഷാ അല്ലാഹു ഖാൻ വമാ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരു കാര്യം നടക്കാതിരിക്കുമോ? അപ്പോ അത് വിട്ടിട്ടാണ്. ഞാൻ മക്കത്ത് നിന്ന് എവിടെയും പോകില്ല എന്ന് മുമ്പ് തീരുമാനിച്ചു. അങ്ങനെ കാലം കുറെ മുന്നോട്ട് പോയി. ബദർ യുദ്ധത്തിന്റെ സമയമായി.
എല്ലാവരും ബദർ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. അബൂജഹൽ കൂട്ടരൊക്കെ. ഉമയ്യ പോകാൻ റെഡിയില്ല. മക്കത്തുനിന്ന് പുറത്തു പോയാൽ തട്ടിപ്പോകുന്നുള്ള പേടി. അപ്പൊ ഉമയ്യക്ക് പോകാൻ തീരെ ധൈര്യമില്ല. അപ്പൊ അബൂജഹൽ വീട്ടിൽ വന്നു. നിങ്ങൾ ഇവിടുത്തെ നേതാവായിട്ട് നിങ്ങൾ വരാതെ പിന്നെങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോലും? നിങ്ങൾ വന്നേ പറ്റൂ. 4A ക്ലാസ് വാഹനമൊക്കെ ഞാൻ റെഡിയാക്കും. എല്ലാ ഓഫറും നൽകി. പോവാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അഭിമാനത്തിന് ക്ഷതം വരും. ഉമയ്യ പുറപ്പെട്ട് പോവാൻ നോക്കുമ്പോ ഭാര്യ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് പറഞ്ഞത്? കൊന്നു പോകുന്നു പറഞ്ഞ ഓർമ്മയില്ലേ? വല്ലാഹി ലാ യക്ദിബു മുഹമ്മദ്, വല്ലാഹി മുഹമ്മദ് കള്ളം പറയില്ല കേട്ടോ. അതുകൊണ്ട് ശരിക്കും ആലോചിച്ചോളി. പോന്നോ? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പുറപ്പെട്ടിട്ട് കുറച്ചങ്ങോട്ടെത്തി മെല്ലെ തിരിച്ചിങ്ങ് പോരാൻ നോക്കും. എന്നാലിപ്പൊ പോകാണ്ട് നിവൃത്തിയില്ല. അങ്ങനെ പോയി അവസാനം ഉമയ്യ കൊല്ലപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ അബൂജഹൽ കൊല്ലപ്പെട്ടതുപോലെ ഉമയ്യയും കൊല്ലപ്പെട്ടു. ആ ഉമയ്യ കൊല്ലപ്പെട്ടുള്ള വലിയ വിഷമവും വേദനയും ഉണ്ട് ആർക്ക്? മകൻ സഫ്വാൻ. അതിനേക്കാളും വലിയ ശത്രുവാണ് ആ സഫ്വാൻ ഇബ്നു ഉമയ്യയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ആളും കഅബയുടെ സമീപത്തിരുന്ന് ചർച്ചയാണ്. നമുക്ക് ഉമൈർ പറയാണ്, ഞാൻ പോയി മുഹമ്മദിന്റെ താല അങ്ങ് വെട്ടിക്കളിയുമായിരുന്നു. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എനിക്ക് കുറെ കടമുണ്ട്. അഥവാ പോയിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ കടമുട്ടാൻ ആളുണ്ടാവില്ലല്ലോ. നിങ്ങൾ ആള് മുശിരിക്കാണെങ്കിലും ആള് ഖുറൈശിയാണ്, തറവാട്ടുകാരങ്ങനെയാണ്. അവർക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ വലിയ വലിയ ബേജാറുണ്ടാവും. തറവാട്ടുകാരാ. ഒരു തറവാടിച്ചില്ലാത്തൊരു കിട്ടും പോലെ വാങ്ങുന്നതിന് ഒരു മടി ഉണ്ടാവില്ല. കൊടുക്കണമെന്നുള്ള യാതൊരു ധാരണ ഉണ്ടാവില്ല. കിട്ടാനുള്ളോ ചോദിച്ചാല് ഓൻ ചൂടാവും. ഓൻ ചൂടാവുമ്പോ പറയുന്ന വർത്താനം തന്നെ, ഞാനെന്താ പോകുന്നുണ്ടോന്നാ. ഞാനെന്താ പോകുന്നുണ്ട് എന്നല്ല, ഇയാൾ എന്നെ പൈസ തരണമെന്നില്ല. അതിന് ഞാനെന്താ പോകുന്നുണ്ടോന്നാ മറുപടി. ഇരിക്കട്ടെ, അങ്ങനെ കടമുണ്ട് കിട്ടാൻ. ഇപ്പൊ പോയിട്ട് അഥവാ തിരിച്ചു വന്നില്ലെങ്കിലോ? ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംരക്ഷിക്കൽ ബാധ്യതയല്ലേ? അത് നടന്നില്ലെങ്കിലോ? അതുകൊണ്ടാണ്. അപ്പൊ സഫ്വാൻ പറയാം, അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. നീ പോകാൻ തയ്യാറുണ്ടോ? ഓ, എന്നാ എനിക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ മോചിപ്പിക്കാനാണെന്ന് എനിക്ക് മദീനത്തേക്ക് പോകാൻ എനിക്കൊരു വകുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പോകാം. എന്നാ പിന്നെ ആരും അറിയണ്ട, കൊന്നിട്ട് മടങ്ങി വരണം മുഹമ്മദിനെ. അതിനെന്താണ്? നല്ല വിഷത്താൽ ഊട്ടപ്പെട്ട വാള് പുറത്ത് കെട്ടി തൂക്കി ആരും കാണാതെ എല്ലാം സഫ്വാൻ ഏറ്റെടുത്ത വകയിൽ അതേ പോവുകയാണ് ഉമൈർ ഇബ്നു വഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് ഇങ്ങനെ ഉമൈർ വരുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നു ഖത്താബ് അതാ വരുന്നത്. ആ പഹയൻ, അത്രയും വലിയ മോശക്കാരനാണ് അവൻ. നേരെ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഉമറെ വിടുക. ഒരാൾ പേരിയല്ലേ നമ്മളെടുത്ത്, വിട്. അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ തന്നെ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ഇരുന്നോളാൻ പറഞ്ഞു. ചുരുക്കി പറയണേ, എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോ ഉമേറിന്റെ മറുപടി, ഞാൻ നമ്മളെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ പറ്റിയൊക്കെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, അങ്ങനെ വരുമ്പോ എന്തിനാ നിങ്ങൾ വാള് പുറത്തിങ്ങനെ ആരും കാണാണ്ട് തൂക്കിയിട്ടത്? ആദ്യ വാളുകൊണ്ടെന്ത് കാര്യമാണുള്ളത്? നമ്മൾ ബദറിൽ വാള് എടുത്ത് വന്നിട്ട് എന്തോ കിട്ടിയോ? അയാളെ മറുപടിയാണ്, എന്തോ കാര്യം കിട്ടിയോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നീയും അതേ സഫ്വാനും കൂടി കഅബയുടെ സമീപത്ത് മീറ്റിംഗ് ചേർന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി വരാൻ തീരുമാനിക്കുകയും നിന്റെ കാര്യങ്ങളൊക്കെ സഫ്വാൻ ഏറ്റെടുക്കുകയും ചെയ്തിട്ടല്ലേ വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. ഇതെങ്ങനെ സ്വന്തം ഭാര്യ പോലും അറിയില്ല, ആരും അറിയില്ല. ഇത് ഇവിടെ അറിഞ്ഞിരിക്കുന്നു എങ്കിൽ പിന്നെ ഇത് അള്ളാഹുവിന്റെ പ്രവാചകരല്ലാതെ ആരാ? അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുക. ഉമൈർ ഇബ്നു വഹബ് ചൊല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ വരുമ്പോ എന്റെ മനസ്സിൽ ഒരു പന്നി വരുന്നതിനേക്കാളൊക്കെ വെറുപ്പുണ്ടായി. അതേ സമയത്ത് ഇപ്പൊ പോകുമ്പോ എനിക്ക് എന്തോ ഒരു സ്നേഹമാണ് അദ്ദേഹത്തോട്. അതാണ് ഈമാനുള്ളവരോട് സ്നേഹം. ഈമാന് കുഫർ കൊണ്ടാണ് സ്നേഹവും അതേപോലെ തന്നെ സ്നേഹത്തിന്റെ വിരുദ്ധമായ വിഷയങ്ങളും വരേണ്ടത്. ഈമാനുണ്ടോ അവിടെയാണ് സ്നേഹം വേണം. അല്ലാതെ ആളുകൾ നമുക്ക് കാര്യം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നതല്ലല്ലോ. ഇരിക്കട്ടെ, അദ്ദേഹം പോയിട്ട് നേരത്തെ പറഞ്ഞയച്ച സഫ്വാനിനോട് എല്ലാ വയലും പറഞ്ഞു നോക്കി.
എല്ലാ ഉപദേശവും ഉപദേശിച്ചു നോക്കി, നീയും കുടുങ്ങിയ വലയിലില്ലേ എന്നല്ലാതെ സഫ്വാൻ മാറിയില്ല. ആ സഫ്വാൻ പിന്നെയും ശത്രുതയുമായി തന്നെ നടന്ന് അവസാനം ഫത്ഹ് മക്കയായി, മക്കയിൽ നബി തങ്ങളുടെ ഭരണമായി. അപ്പൊ സഫ്വാനിന് തീരെ അവിടെ നിൽക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. എല്ലാരും എഴുന്നേറ്റ് നിന്നിട്ട് ഒരു തലാൽ ബദ്റു ചൊല്ലിയാല്, തലാൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ അശ്ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ വജബ അശ്ശുക്റു അലൈനാ. നബിതങ്ങൾ വന്ന വകയിൽ നന്ദി പ്രകടനം നിർബന്ധമാണ്. അതിന്റെ ഭാഗമാണ് നമ്മുടെ എല്ലാ പരിപാടിയും. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാൻ തയ്യാറില്ല. ഞാൻ മുഹമ്മദ് ഭരിക്കുന്ന നാട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്, യമനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അന്ന് യമൻ ഭരണത്തിലില്ലല്ലോ. അതിന് കപ്പൽ കയറാൻ വേണ്ടി ജിദ്ദയിലേക്ക് പോയി. അപ്പോഴാണ് നേരത്തെ വിശ്വസിച്ച സ്നേഹിതൻ ഉമർ ഇബ്നു വഹബ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, സഫ്വാനിന് നമ്മൾ മക്കയിൽ വിസ കൊടുക്കുവോ, മക്കയിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുവോ എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കെ കൊടുക്കാലോ, അദ്ദേഹം വന്നോട്ടെ. അപ്പൊ ഞാനിത് പോയി പറഞ്ഞാൽ വിശ്വസിക്കൂലല്ലോ, എന്തൊക്കെ ഒരു അടയാളം തരുമോ? എടാ, നമ്മളിവിടെ വിജയിച്ച് നമ്മുടെ ഭരണത്തിൽ വന്നില്ലേ, ഇനി മനസ്സിന്റെ വന്നോട്ടെ, ഇനി ഒരു അടയാളം. അങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? അല്ല, അവിടുത്തെ തലക്കെട്ട് അയച്ചു കൊടുക്കണം. എന്തിന്? ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പോയതെന്ന് തിരിഞ്ഞോട്ടെ, ആള് നന്നായി വരികയല്ലേ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലക്കെട്ട് അയച്ചു കൊടുക്കുകയാണ്. ആ തലക്കെട്ട് എടുത്ത് പോവാണ്. ഉമർ ഇബ്നു വഹബ് പോയിട്ട് വിളിക്കുകയാണ്, ഹസനുന്നാസ്, ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല തറവാട്ടുകാരൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്, ഏറ്റവും നല്ല എല്ലാ സ്വഭാവമുള്ള ആള്, അതല്ലേ മുഹമ്മദ്. നിനക്ക് വരാൻ നിവൃത്തിയുണ്ടോ? നിനക്ക് അവിടെ സുരക്ഷിതമായി കഴിയാൻ ഞാൻ നിനക്ക് ഗ്യാരണ്ടിയാണ്. നീ നാട് വിട്ടു പോകുന്നു വേണ്ട, കടലിൽ പോയിട്ട് അവിടെ പോയി ചത്തുകൊണ്ട വന്നു. സഫ്വാൻ ചോദിക്കുന്നു, എന്താണ് തെളിവ്? തെളിവായി തലയെക്കെട്ട് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ വരാം. വന്നിട്ട് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വരുന്നു. നേരത്തെ ഒരു ശത്രുതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചില്ല, മറിച്ച് വളരെ സുന്ദരമായി സ്വീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്കിവിടെ ജീവിക്കാൻ ഒരു 2 മാസത്തേക്ക് വിസ തരുവോ? വിസ എന്നുള്ള പുതിയ ഭാഷ പറഞ്ഞേ ഉള്ളൂ. അനുമതി തരുവോ? നബി 3 മാസത്തേക്ക് അനുവദിച്ചു. അദ്ദേഹം അവിടെ തന്നെ കൂടുന്നു. എന്നിട്ട് അയാൾ ഇസ്ലാമിൽ വന്നില്ല. നബി തങ്ങൾ പിന്നീട് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സഫ്വാനെ വിളിക്കുന്നു. സഫ്വാനെ, നിന്റെ അടുത്ത് കുറെ ആയുധങ്ങൾ ഉണ്ടല്ലോ, കുറച്ച് ആയുധം നമുക്ക് തരുവോ? നമ്മൾ യുദ്ധത്തിന് വേണം, കുറച്ച് ആയുധം തരുവോ? സഫ്വാൻ ആ സമയത്ത് എങ്ങനെ, വെറുതെ ആണോ അല്ലെ തൽക്കാലത്തേക്ക് വായ്പ വാങ്ങണോ? വായ്പയാണ്, തരാലോ. എന്നാ പിന്നെ അതും വാങ്ങിയിട്ട് പോവാണ്. അപ്പൊ സഫ്വാൻ, എന്നെയും കൂടി പട്ടാളത്തിൽ എടുക്കുവോ? സഫ്വാൻ ശത്രുതയിൽ തന്നെയാണ്. എന്നെയും കൂടി പട്ടാളത്തിൽ വായിക്കട്ടെ, നിങ്ങൾ വന്നോളി. അയാളെ കൂട്ടുകയാണ്, പോയി യുദ്ധം ചെയ്യാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കാണ്. ഇതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാനിന് കുറേ പ്രസന്റേഷൻ കൊടുക്കുകയാണ്. കൊടുത്ത് എത്രയാ കൊടുത്തത്? പിന്നെയും കൊടുത്ത് കുറേ അങ്ങോട്ട് കൊടുത്തപ്പോ സഫ്വാൻ പറയാണ്, ഇങ്ങനെ ഒരു എതിരാളിക്ക് കൊടുക്കാൻ ഒരു നബിയല്ലാത്ത ഒരാൾക്ക് എന്തായാലും സാധ്യമല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. സഫ്വാൻ മുസ്ലിമാകുന്നു. അവിടുത്തെ സ്വഭാവം, ആ സ്വഭാവം അതാണ് യഥാർത്ഥത്തിൽ ദഅവയുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിന്നത്. ഇത് 1, 2, 3, 100 സംഭവങ്ങൾ അല്ല. ഞാനൊരു ചെറിയ ഉദാഹരണത്തിൽ പറഞ്ഞാണ്. ഇരുന്നോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ഒരാൾ യാചിക്കാൻ വരുന്നതിന് എങ്ങനെ അറിയോ? നമ്മളെടുത്ത് ഒരാൾ വരികയാണ്. അയാൾ വരുന്നത് പിരിവിനാണ്. പിരിവിന് നേരെയോ 2 ലോറി എടുത്തിട്ട്, അതിന് തരുന്ന അരിയെല്ലാം കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി 2 ലോറി എടുത്തിട്ടാണ് പിരിവിന് വരുന്നത്. നമ്മളോട് ആദ്യം വിളിച്ച് ചോദിച്ചിനോ? ഇല്ല. 2 ഒട്ടകത്തിനെ കൂട്ടിയിട്ട് അയാൾ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവിനാ വരുന്നത്. വന്നിട്ട് പറയാണ്, ഇതാ എന്റെ 2 ഒട്ടകം അവിടെ നിർത്തിന്, അതിന്റെ മുകളിൽ നിറയെ ധാന്യം കയറ്റി തരണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളതും അല്ല, നിങ്ങളെ വാപ്പാൻ്റെ അല്ല. ഇങ്ങനെ പിരിവ് ചോദിക്കുന്നൊരു മട്ടം നോക്കും. നിങ്ങളാരും അങ്ങനെ പോയി പിരിവ് ചോദിക്കല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളോ വാപ്പാൻ്റെ അല്ല. നബി സല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്
എന്റെതുമല്ല എന്റെ വാപ്പാന്റെ അല്ല, ശരിയാണ്. അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരും വിചാരിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഒരു ചെറിയ മദ്രസ ഉണ്ടാക്കുമ്പോഴേക്ക് അത് എന്റെ മദ്രസയാണ്, സിറാജുൽ ഉണ്ടാക്കുമ്പോൾ എന്റെ സിറാജുൽ എന്റെ സമൂഹത്തിൻ്റെതാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം. ഒരു ഓഫീസ്, ആ ഓഫീസിന് നമ്മൾ ഒരു പൈസ കൊടുത്ത് ഒരു ഓഫീസ് ഉണ്ടാക്കുക, ഓഫീസ് എന്റേതാണ്, എന്റെ അത് സമൂഹത്തിൻ്റെതാണ്, നമ്മളതല്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലാണ് അദ്ദേഹത്തോട്. അതെല്ലാം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, എന്തേ, ഇതെന്റേതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വെറുപ്പും ഇല്ല. അവസാനം ഞാൻ ചുരുക്കി പറയാണ്, അവസാനം സഹാബത്തിനെ വിളിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ 2 ഒട്ടകത്തിന്റെ പുറത്ത് ധാന്യം കയറ്റി വിട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നു. ചുമരിൽ ധരിച്ച വലിയ പുതപ്പ് പിടിച്ച് വലിച്ച് കഴുത്ത് തിരിഞ്ഞുപോയി, ചുമരിൽ അടയാളം വീണുപോയി. സഹാബത്തിനൊക്കെ നല്ല വെറുപ്പിടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പകരം ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോ, അങ്ങനെ പകരം ചെയ്യാനൊന്നും ഞാനില്ല, എനിക്ക് പറഞ്ഞ പോലെ തരണമെന്നായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പകരം ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല, നബി തങ്ങളുടെ സൽസ്വഭാവം അനുയായികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സംഭാവന കൊടുത്ത് തിരിച്ചയക്കുന്നു. ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്താർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് സൽക്കാരത്തിന് വിളിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാർ. കാരണം അവിടുന്ന് രാഷ്ട്രത്തലവനാണ്. ആ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. എന്റെ നീതിയും എന്റെ ഗുണങ്ങളും എന്റെ ഉപകാരവും എല്ലാവർക്കും ലഭിക്കണം. ഞാൻ എല്ലാവരുടെയും ഒരു രാഷ്ട്രത്തലവനാണ് എന്ന ബോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ജൂതനാണ് വിളിച്ചതെങ്കിലും സൽക്കാരത്തിന് പോകുന്നു. ആ സൽക്കാരത്തിന് പോയി അവർ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന വിവരം ആരും അറിയുന്നില്ല. പക്ഷേ ആ ഭക്ഷണത്തിനറിയാമല്ലോ ഇതിൽ വിഷം ചേർത്തു. ഭക്ഷണം നബി തങ്ങളോട് സംസാരിക്കുന്നു. അതല്ലേ മുഅ്ജിസത്ത്. അതേ വായിലിട്ട് ചവക്കുമ്പോ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നത് ആ ഭക്ഷണം പറയുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോൾ അവർ അത് സമ്മതിക്കുന്നു. അവിടുത്തെ സ്ത്രീ പറയുന്നു, ചേർത്തിട്ടുണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. അതിന് മുമ്പ് കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾ എന്നോട് സത്യം പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്, സത്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വാപ്പാരാണ് ഒരാളെ പറ്റി ചോദിച്ചു, ഇയാളെ വാപ്പാരാണ്, അവർ കള്ളം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കളവാണ്, സത്യത്തിൽ അയാളെ വാപ്പ അയാളല്ല, വേറെ ആളാണ്. നബി തങ്ങൾ സത്യം കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു, വാപ്പാരാണ്, ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നോട് കളവ് പറഞ്ഞാൽ നടക്കൂല. അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളോട് കളവ് പറഞ്ഞാൽ നടക്കൂലല്ലോ, സത്യം തന്നെ പറയാം, വിഷം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, അനുയായികളിൽപ്പെട്ട ഒരാൾ, അനുയായി എന്ന് പറഞ്ഞാൽ ആരാ? വെള്ളം, ശരീരം കഴുകിയ വെള്ളം, ഒതുവെടുത്ത വെള്ളം നിലത്തി വീഴാൻ അനുവദിക്കാത്ത സഹാബത്ത് അത് തൊട്ടുപെട്ടലാണ് ശരീരത്തിൽ. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ തൊട്ടുപെട്ടാൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ കയ്യിൽ നിന്ന് തൊട്ടുപെട്ടുന്നു എന്നാണ് ബുഖാരിയിലുള്ളത്. കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ടുപെട്ടാറുണ്ട്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സഹാബത്ത്, ആ സഹാബത്തിൽപ്പെട്ട ഒരാൾ, അലാ ഖുത്ലുഹ, അവളെ ഞാനങ്ങ് കൊന്നുകളയട്ടെ എന്ന് സമ്മതിച്ചു. കൊല്ലണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരു അമുസ്ലിം കുട്ടി, യഹൂദിയായ ഒരാളുടെ കുട്ടി, അദ്ദേഹം നബി തങ്ങൾക്ക് സേവനം ചെയ്യുന്നു. മുസ്ലിം കുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഖിദ്മത്തിന് ആളെ കിട്ടാഞ്ഞിട്ടുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ സ്വഭാവമാണ്. അദ്ദേഹം ഖിദ്മ ചെയ്യുന്നു. ഖിദ്മയിൽ നിന്ന് അദ്ദേഹത്തെ തടുത്തില്ല. അദ്ദേഹത്തിന് രോഗമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കാണാൻ പോകുന്നു. ഇതൊരു രാഷ്ട്രത്തലവനും കൂടിയാണ്, വെറും ഒരു പ്രവാചകൻ മാത്രമല്ലല്ലോ. ആ രാഷ്ട്രത്തിന് ഇന്നെങ്ങാനും ഒരു രാഷ്ട്രത്തലവൻ ഒരു സർവന്റിന്റെ വീട്ടിൽ രോഗം കാണാൻ പോയാൽ അതെന്തൊരു വൈറലാകുന്ന ഒരു റിപ്പോർട്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കാണാൻ പോകുന്നു. യഹൂദി കുട്ടിയുടെ രോഗം കാണുന്നു. പക്ഷേ അവിടുത്തെ മനസ്സിലുള്ള പ്രശ്നം എന്താണ്? ഈ കുട്ടി, എനിക്ക് ഖിദ്മത്തെടുത്ത ഈ കുട്ടി സ്വർഗത്തിൽ കടക്കണമല്ലോ, അങ്ങനെ സ്വർഗത്തിൽ കടത്താൻ എങ്ങനെ കഴിയും എന്നതാണ് ചിന്ത. അവിടെയാണല്ലോ യഥാർത്ഥത്തിൽ ദഅവത്ത് എന്ന് പറയുന്നത്. ഹോമോ,
ദഅവത്ത് എന്ന് പറയുന്നത് അവിടെയാണല്ലോ. ഈ കുട്ടിയെ സ്വർഗത്തിൽ കടത്താൻ എന്താണ് വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടി അച്ഛന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഷഹാദത്ത് ചൊല്ലണോ ചൊല്ലണ്ടേ? അച്ഛന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ്. മരണം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. മരണം അടുത്തെത്തിയ കുട്ടിയോട് അച്ഛൻ പറയുന്നു, അഖീ അബുൽ ഖാസിം, എന്റെ ഈ ചെറിയ മകൻ, ഈ രാഷ്ട്രത്തലവനായ ഇത്ര വലിയ മഹത്വമുള്ള ആള് ആ കുട്ടിയുടെ രോഗം കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ ആകൃഷ്ടനായ അച്ഛൻ കുട്ടിയോട് പറയുന്നു, അഖീ അബുൽ ഖാസിം, അബുൽ ഖാസിമിന് വഴിപ്പെട്ടോ. അബുൽ ഖാസിം നബിതങ്ങളുടെ പേരാണ്. നമുക്കറിയാലോ അബുൽ ഖാസിമിന് പേരിടാൻ പാടില്ല എന്നല്ലേ, നബിതങ്ങൾക്ക് മാത്രമുള്ള പേരാണ്. അതിനെപ്പറ്റി വലിയ വിശദീകരണം തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ കിടക്കുന്നില്ല, ഇരിക്കട്ടെ. അപ്പൊ അബുൽ ഖാസിമിന് വഴിപ്പെട്ടോളൂ എന്താണ് പറയുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കുട്ടി നബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുത്തതിന്റെ ബറക്കത്താണ്. ആ കുട്ടിക്ക് ഈമാൻ കിട്ടുന്നു. അതേ ആ കുട്ടി ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുമ്പോൾ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ പടച്ചവനെ അൽഹംദുലില്ലാഹ്. എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയല്ലാതെ വേറൊരു ചിന്ത അവിടുത്തെ സ്വഭാവത്തിലില്ലോ. അതല്ലേ ഖൗറസ് ഇബ്നുൽ ഹാരിസ് വന്നിട്ട് വാള് കൈ പിടിച്ചിട്ട് ആര് തടയും മുഹമ്മദേ നിന്നെ ഞാൻ കൊന്നാൽ എന്ന് ചോദിക്കുമ്പോ യാതൊരു ശങ്കയുമില്ലാതെ ഒരു പേടിയില്ലാതെ അല്ലാഹ് എന്ന് പറയുമ്പോ കയ്യിൽ നിന്ന് വാള് വീണു പോകുന്നു. വാള് കയ്യിലെടുക്കുന്നു, തിരിച്ചതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുൻ ഖൈറ ആഖിർ, ആള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാങ്ങണേ അവിടുന്ന് എന്ന് മറുപടി പറയുമ്പോ അതിന്റെ നേരത്തെ നീ ചിന്തിക്കാതിരുന്നെന്ന് ചോദിച്ചോ? ഇല്ല. പിന്നെ നബിതങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? ദേവത്താണ്. നബിതങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നി റസൂലുള്ളാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് അത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കോ? എന്തിന്? മെമ്പർഷിപ്പ് ഒരാളെ കൂട്ടച്ചേർത്തിട്ട് അതിന് അടുത്ത യോഗത്തിൽ സമ്മാനം വാങ്ങാനൊന്നല്ല. പിന്നെ എന്തിനാണ്? അയാളെ സുഹൃത്ത് കടത്താനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നി റസൂലുള്ളാഹ്. അയാളെ മറുപടി ഇല്ല, ഇല്ല, ഞാൻ അങ്ങനെ ഷഹാദത്ത് കലിമയിലാണ്. കൊല്ലാൻ വേണ്ടി വാളും പിടിച്ച് വന്ന് കൊല്ലാൻ നോക്കിയ മനുഷ്യൻ അയാളെ വാള് കൈ കിട്ടിയപ്പോ പിന്നെ ആലോചിക്കുന്ന അയാൾ എങ്ങനെയാ സ്വർഗത്ത് കടത്താന്നാണ്. ഈ വന്ന മനുഷ്യനെ സ്വർഗത്ത് കടത്താൻ എങ്ങനെ കഴിയും? അതാണ് ചിന്ത. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നി റസൂലുള്ളാഹ്. അയാൾ പറഞ്ഞില്ല, ഇല്ല, വലാകിന്നു ആഹിദുക, പക്ഷേ ഞാൻ നിങ്ങളോട് കരാറാക്കുന്നു, അല്ലാ ഉഖാതിലുക, ഞാൻ നിങ്ങളോട് ഇനി പോരാടൂല, വലാ അകൂനു മഅമൻ യുഖാതിലുക, നിങ്ങളോട് പോരാടുന്ന ആളെ കൂടെ ഞാൻ ഉണ്ടാകുകയില്ല. ഫഖല്ലാസനി, എന്നാ പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു അയക്കുകയാണ്. ഇതെന്തൊരു സ്വഭാവമാണ്! സുബ്ഹാനല്ലാഹ്. ആ സ്വഭാവത്തിന്റെ പേരിൽ എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഹു സദ്ർ, അലം നശ്റഹ് ലക സദ്റക, ആ വിശാലമായ മനസ്സ്, ആ വിശാലമായ മനസ്സിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം നമ്മളും ദീനീ ദഅവത്ത് നടത്താൻ, ദീനീ പ്രവർത്തനം നടത്താൻ. വൈരാഗ്യത്തിന്റെ മനസ്സ് പറ്റൂല, അതേപോലെ തന്നെ വിദ്വേഷത്തിന്റെ മനസ്സ് പറ്റൂല. സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാൻ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ, ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു തൗഫീഖ് കൊടുക്കുന്ന ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്ലു മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. തുതി മൻ ഹറമക, നിനക്ക് തരാത്തവനെ അങ്ങോട്ട് കൊടുക്കണം. വതഅഫു അമ്മൻ ളലമക, അക്രമം ചെയ്തവനെ വിട്ടുവീഴ്ച ചെയ്യണം. ഇങ്ങോട്ട് അക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണം, ഇങ്ങോട്ട് തരാത്തവന് കൊടുക്കാനുള്ള മനസ്സ് വേണം, ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കാനുള്ള മനസ്സ് വേണം. അങ്ങനെ വന്നാൽ നിനക്ക് സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് പറയൽ മാത്രമായിരുന്നോളൂ, പറയൽ മാത്രമല്ല, ജീവിതത്തിൽ ഇത് പകർത്തി കാണിച്ചു തരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന സമ്മാനം ലഭിക്കാൻ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം എന്നാണല്ലോ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നബിതങ്ങളെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നബിതങ്ങളുടെ ജീവിതം ഏറ്റവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. എന്തെല്ലാം തിരക്കുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 5 വഖത്ത് ജമാഅത്തിലും ഇമാമായി നിൽക്കാൻ. ഇമാമായി നിൽക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മൗമൂമാകുന്നവർ ചിലപ്പോ ബേക്കിൽ കൊണ്ടുവന്നിട്ട് 4ാമത്തെ റകഅത്തിൽ തുറന്നു വരും. ഇമാമിനെ പറ്റൂലല്ലോ.
അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾ 5 വക്തിലും ഇമാമായി നിൽക്കാൻ പള്ളിയിൽ കൃത്യമായി എത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു മൊയ്ലാരി പള്ളിയിൽ നിർത്തിയിട്ട് ബാങ്ക് കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് കമ്മിറ്റിക്കാർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പോ വേറൊരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ഇന്നാൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞിന് എന്ത് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ബാങ്ക് മിസ്സാക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണോ ദൈവത്തിൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അവിടെ എത്തുന്നുണ്ട്. നമ്മൾ തമാശക്കും കളവ് പറയാൻ പാടില്ല കേട്ടോ. ഞാൻ ഇല്ല തന്നെ പറഞ്ഞു, തമാശക്കും പ്രസംഗത്തിലൊന്നും കളവ് പറയാൻ പാടില്ല. ഞങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, നമ്മളും പറയാൻ പാടില്ല. പറയുന്നത് സത്യമായിരിക്കണം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ട്, ജമാഅത്തിൽ കൃത്യമായി ഫസ്റ്റ് തന്നെ എത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ മഅ്ദൂറായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമാണോ? സുന്നത്ത് നോമ്പുകൾ അവിടുന്ന് ധാരാളം എടുക്കുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം രാത്രി പകുതിയായാൽ എഴുന്നേറ്റ് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. വിത്റും തഹജ്ജുദും അവിടുന്ന് സാധാരണ നിനക്ക് ഒന്നായിരുന്നു. അവിടുത്തെ വിത്ർ തന്നെയാണ് തഹജ്ജുദ്, തഹജ്ജുദ് തന്നെയാണ് വിത്ർ. അതേ ഉറക്ക് തെളിഞ്ഞതിന് ശേഷം ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉറക്ക് തെളിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വിത്ർ നിസ്കരിച്ചാൽ ആ വിത്ർ തന്നെ തഹജ്ജുദും കൂടിയാണ്. രണ്ടും കൂടി ഒറ്റ നിസ്കാരം മതി. വിത്ർ കരുതി നിസ്കരിച്ചാൽ അത് തഹജ്ജുദുമാണ്, വിത്റുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ആ 11ന്റെ ഹദീസാണ് പാവം 4 മദ്ഹബും തള്ളിയിട്ട് നിയമം പറയാൻ വേണ്ടി വന്ന കക്ഷികൾ അത് നോക്കിയിട്ടാണ് തറാബീഹ് കേട്ടാണ് എന്ന് വെച്ചത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് നബി തങ്ങൾ സാധാരണ നിലക്ക് നിസ്കരിച്ചു എന്ന നിസ്കാരമാണ്. ഇരിക്കട്ടെ, ആ നബി തങ്ങൾ കാലിന്റെ മേലെ നീര് കെട്ടി വീർക്കുന്നത് വരെ നിസ്കരിച്ചപ്പോ ആയിഷ എന്തിനാണ് ഒരു തെറ്റ് ചെയ്യാത്ത തങ്ങൾ ഇങ്ങനെ അധ്വാനിക്കുന്നത് ചോദിക്കുമ്പോ ഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാണ്ടേ ആയിഷ. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ SSFകാരാണ്. നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്യണം. അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ട എങ്ങനെയാണ്? ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾ ഫർദ് മാത്രം നിസ്കരിച്ചാൽ പോലെ സുന്നത്ത് കൂടി നിസ്കരിക്കണം. സുന്നത്തിന്റെ റവാത്തിബ് സുന്നത്ത് എന്തായാലും നിസ്കരിക്കണം. മറ്റു സുന്നത്തുകളും കഴിവിന്റെ പരമാവധി കൊണ്ടുവരാൻ നോക്കണം. കഴിയുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു അനുയായിയാകണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന അനുയായിയാകണം. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. ഏറ്റവും ചെറിയൊരു ഷോർട്ട് നിസ്കാരം, അതിന് ഉറങ്ങി തെളിയുമ്പോ നേരത്തെ തന്നെ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യാ? നേരത്തെ കിടന്ന് ഉറങ്ങുക. കിടന്നെടുത്തുനിന്ന് വർത്താനം പറയുന്നതിൽ കൂടാതിരിക്കും. അങ്ങനെ ചിലർ ഓഫാക്കിയിട്ട് തിരിയുന്ന സൈസ് അങ്ങനെ. പിന്നെ നേരത്തെ തന്നെ കിടന്നുറങ്ങുക. നബി തങ്ങൾ നേരത്തെ കിടക്കും. ഇശാഇന്റെ ശേഷം സ്വറ പറയുന്നത് അവിടുന്ന് ഇഷ്ടമല്ല, അവിടുന്ന് വെറുക്കും. ഇൽമു പറയാനോ മറ്റോ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഹദീസിൽ ബുഖാരിയിലൊക്കെ വന്നുകൊണ്ടല്ലേ നമ്മളെ അത് തന്നെ അറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ കിടന്നുറങ്ങുക, രാത്രി സ്വറ പറയാതിരിക്കുക, എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക. എന്നിട്ട് സുബഹിന്റെ 1/2 മണിക്കൂർ മുമ്പേ എഴുന്നേറ്റ് എന്നിട്ട് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചാൽ അതിന്റെ ഒരു പ്രകാശം എത്രയാണ്, അതിന്റെ ഫലം എത്രയാണ്. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന SSFകാരാകണം, സുന്നത്ത് നിസ്കരിക്കുന്ന SSFകാരാകണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തൊക്കെ പഠിച്ച ഒരു ടീം, അവർ നബി തങ്ങൾക്ക് യാതൊരു തെറ്റൊന്നും വരാത്ത വളരെ മഹത്വമുള്ള ആളാണല്ലോ, നമ്മളത് പോരാലോ, അതുകൊണ്ട് രാത്രി തീരെ ഉറങ്ങാതെ നിസ്കരിക്കും എന്ന് തീരുമാനിച്ചപ്പോൾ നബി തങ്ങൾ അത് വേണ്ട, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, തീരെ ഉറങ്ങാതെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളുടെ ശാരീരികമായ പ്രശ്നമൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരിക്കുന്നു. അതേ ആശുറായിന്റെ നോമ്പാണ്. ജൂതന്മാര് അവർ നോറ്റിരിക്കുന്നു. മദീനത്തിൽ നോക്കുമ്പോൾ അവർ നോക്കുന്നുണ്ട്. നിങ്ങളെന്തേ നോമ്പ് വെൽക്കാന്? അതേ മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നു. പക്ഷേ ജൂതന്മാരുമായി നമുക്കൊരു തുല്യത പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ അടുത്ത കൊല്ലം ഉണ്ടെങ്കിൽ 9 അന്ന് നോമ്പെടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ചിലര് മനസ്സിലാക്കി 10 ഒഴിവാക്കിയിട്ട് 9 എടുക്കുന്ന പറഞ്ഞത്. പക്ഷേ നമ്മുടെ ശാഫി ഇമാം റളിയല്ലാഹു പോലുള്ളവർ മനസ്സിലാക്കിയത് എന്താണ്? 9-നും 10-നും നോമ്പെടുക്കും. കാരണം അവരെ പോലെ ആയി പോകരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ വേറെ ഒരു സമുദായത്തെ പിന്തുടരേണ്ട ഗതികേട് നമുക്കില്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നവൻ,
നബി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, നിഅ്മർ റജ്ജുൽ ഖുറൈമുൽ ഉസൈദി ലൗലാ തൂലു ജുമ്മത്തിഹി വഇസ്ബാലു ഇസാരിഹി. അതെ, ഖുറൈമുൽ ഉസൈദി നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ രണ്ടു കുഴപ്പമുണ്ട്. എന്താണ്? അദ്ദേഹത്തിന്റെ മുടി ലൗലാ തൂലു ജുമ്മത്തിഹി, മുടി ഇങ്ങനെ നീട്ടിയിട്ട് കഴുത്തിലേക്ക് വീഴുന്ന അത് മുടി. ഇപ്പോഴും ചെറുപ്പക്കാരങ്ങനെ വലിയ ചിലര് അങ്ങനെയായ സൂഫിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്, തൂപ്പിയാവുക അങ്ങനെയുണ്ടല്ലോ. വേറെ ചിലർ ഔലിയാണെങ്കിൽ കുറെ മോതിരാണോ വിചാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ മോതിരാ ധരിച്ചത്. അത് ചെറുവിരലാണ് ധരിച്ചത്, വെള്ളിന്റെ മോതിരാ ധരിച്ചത്. അത് വലത്തെ ചെറുവിരലുമാകാം ഇടത്തെ ചെറുവിരലുമാകാം എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. വേറുള്ള വിരലിട്ടാൽ കറാഹത്താണെന്ന് ഹറാമാണെന്ന് രണ്ട് അഭിപ്രായമുണ്ട്. അതേസമയത്ത് ഒന്നിലധികം ഇട്ടാലും ഹറാമാണെന്ന് പറഞ്ഞ എത്രയോ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ചിലരുടെ ധാരണ അറിയോ, കുറെ മോതിരിട്ടാൽ ഔലിയാവൂല, കുറെ മോതിരിട്ടാൽ ഔലിയാവൂല, ഹറാമാവും എന്നല്ല, അത് ഔലിയാവൂല. അങ്ങനെ ഒരു ധാരണയാണ് ആളുകൾക്ക്, വിവരക്കേടാണ്. അതിന് ചില വ്യാജ തരീഖത്തിൽ കുടുങ്ങിപ്പോയ ആളുകൾ അവര് എന്തെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, ചിലർക്ക് ഒരു പച്ച തലക്കെട്ട് കെട്ടിയാൽ, അല്ലെ പച്ച സാലെടുത്ത് ചുമലിട്ടാൽ, അല്ലെങ്കിൽ ഈ ദ്വാരക്കുന്ന സമയത്ത് കണ്ണുകൊണ്ടൊക്കെ ഒന്ന് മേലോട്ട് നോക്കിയാൽ, അങ്ങനെ കുറെ അഭിനയങ്ങളുണ്ടല്ലോ. ആ അഭിനയങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടുപോകുന്ന കുറെ പോയത്തക്കാരുണ്ട്. അള്ളാഹു നോക്കുന്നത് മനസ്സിലേക്കാണ്. നമ്മുടെ ഈ അഭിനയം കൊണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. അഭിനയമല്ല ആവശ്യം, ആവശ്യം മനസ്സ് ക്ലിയറാകലാണ്. ആരോടും വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സ്, ആ മനസ്സാണ് ആവശ്യം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി വളർത്തിയിട്ടുണ്ട്. മുടി വളർത്തുന്നതിന് കുഴപ്പം ഇല്ല. നബി തങ്ങൾ മുടി കളഞ്ഞിട്ടുണ്ട്, മുടി കളയുന്നതിനും കുഴപ്പം ഇല്ല. അതേസമയം നബി തങ്ങൾ മുടി വളർത്തിയപ്പോൾ മുടി എണ്ണയിട്ട് വാർന്നിട്ടുണ്ട്. നമ്മളും മുടി എണ്ണയിട്ട് വാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തിയപ്പോൾ അത് ചുമലിലേക്ക് വീഴുന്നതിന് മുമ്പ് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളും കട്ട് ചെയ്യണം. ചുമലിലേക്ക് വീണ മുടി ഉണ്ടാകാൻ പാടില്ല. അതാണ് ഖുറൈമുൽ ഉസൈദിക്ക് ഒരു കുഴപ്പം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുടി വല്ലാതെ നീണ്ടുപോയി എന്നതാണ്. ലൗലാ ഖുറൈമുൽ ഉസൈദി ലൗലാ തൂലു ജുമ്മത്തിഹി വഇസ്ബാലു ഇസാരിഹി. വേറൊരു കുഴപ്പം, അദ്ദേഹത്തിന്റെ തുണി നെരിയാണിയുടെ കൂടെ താഴ്ന്നു കിടക്കുന്നു. അതൊരു കുഴപ്പമാണ്. അല്ലെ, നല്ല കുട്ടിയായിരുന്നു, നല്ല ആളായിരുന്നു. ആ പറഞ്ഞ വിവരം അറിഞ്ഞ ഉടനെ മുടി വെട്ടിച്ചു കളഞ്ഞു, അതേ തുണി കയറ്റി കൊടുത്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സിബ്തിയ എന്ന് പറഞ്ഞാൽ രോമമില്ലാത്ത തോലിന്റെ ചെരുപ്പ് ധരിച്ചത് കണ്ടു. ചോദിച്ചാരും ധരിക്കാത്ത ചെരുപ്പ് നിങ്ങൾ ധരിക്കാന് റസൂലുള്ളാഹി ധരിക്കുന്നത് കണ്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും പിന്തുടർന്ന് ജീവിക്കുക. അവിടെയാണ് യഥാർത്ഥത്തിൽ ശരിയായ ഹബ്ബ്, മഹബ്ബത്ത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. ഫർളുകൾ കൃത്യമായി എടുക്കുന്നതിന്റെ പുറമെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയാണ് എന്ന് കാണുന്നവന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിൽ ഒരാൾ വരുന്നു. അദ്ദേഹത്തിന് നല്ല വൃത്തിയുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള ഷർട്ടും തുണിയൊന്നുമില്ല. നബി തങ്ങൾ ചോദിക്കുന്നത് എന്തെല്ലാം പരിപാടി? അവൻ നല്ല കച്ചവടമൊക്കെ ഉണ്ട്, നല്ല കച്ചവടമുണ്ട്, പണമുണ്ട്, ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലൈഹി. അല്ലാഹു ചെയ്ത അനുഗ്രഹം കാണുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ സാമ്പത്തിക ശേഷി ഉള്ളവർ ആ സാമ്പത്തിക ശേഷി ഉള്ളതിനനുസരിച്ച് അവരുടെ വസ്ത്രങ്ങളൊക്കെ നന്നാകണം. അവർ അതുപോലെ തന്നെ ഇനി വസ്ത്രം അഥവാ വിലയുള്ളതല്ലെങ്കിലും ഉള്ളത് വൃത്തിയിൽ ധരിക്കണം. നബി തങ്ങൾക്ക് വൃത്തിയോട് വല്ലാത്ത ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എപ്പോഴും ഡ്രസ്സ് വൃത്തി വേണം, അതുപോലെ തന്നെ താടി വൃത്തി വേണം, മീശ വൃത്തി വേണം. ചിലരുണ്ട് മീശ ഒരിക്കലും വെട്ടിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീശ വെട്ടുമായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാലോ, മീശ വെട്ടാതെ വളർത്തിയ എന്താ ഉണ്ടാവുക? ശാരിബ് എന്നാണ് അറബിയിൽ ആ സാധനത്തിന്റെ പേര്. ഈ മൂക്കിന്റെ ചോട മുളക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെ, അതിന്റെ പേര് ശാരിബ്. ശാരിബിന്റെ അർത്ഥം എന്താ? കുടിക്കുന്ന ആളെന്നാണ്. കാരണം നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോ ഒക്കെ അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോ ഒക്കെ മൂപ്പരും കുടിക്കുമല്ലോ കുറച്ച്, അതുകൊണ്ട് ആ ശാരിബ് എന്ന് പേര് കിട്ടിയത്. അപ്പൊ ഈ ശാരിബാണ് സാധനം, ശാരിബാണ്, കുടിയനാണ്. കുടിയൻ എന്നാണ് അതിന്റെ അർത്ഥം, കുടിയനാണ്. അപ്പൊ നമ്മള് ഈ മീശ വെട്ടാതെ മീശ നാല കട്ടിയിൽ വെച്ച് നിന്നാൽ എന്താ ഉണ്ടാവുക? ഉള്ള പൊടിയെല്ലാം അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ നമ്മളെന്തും കുടിക്കുമ്പോ എന്ത് ചെയ്യും? അതെല്ലാം ഉള്ളിൽ പോകും. പിന്നെ അതിന് ചിലര് ചെയ്യുന്ന പരിപാടി എന്താണ്? സുബ്ഹാനല്ലാഹ്, കൊടു ഒരു പൈപ്പിട്ട് കുടിക്കല. അങ്ങനെ കുടിച്ചാലോ കാന്തപുരസ്താദ് എപ്പോഴും പറയലുണ്ട്, മുഖം പൊട്ടിപ്പോകും.
നമുക്ക് മര്യാദയ്ക്ക് കുടിച്ചാൽ വായിലും നിറയെത്തിയാലേ രുചി അറിയുള്ളൂ. ഇത് നേരെ അങ്ങ് തൊണ്ടയിലേക്ക് ഡയറക്റ്റ് പിന്നെ സൂചി വെച്ചാൽ പോയാ പിന്നെ അതിനോടുള്ള കാര്യം. രുചി എന്ന് പറഞ്ഞ് വായ തട്ടിയാലല്ലേ രുചി കിട്ടുള്ളൂ. രുചി കിട്ടാതെ നേരെ കൊയലിൽ കൂടി അങ്ങോട്ട് കൊടുത്താൽ പിന്നെ അതിന്റെ രുചിയപ്പ അനുഭവിക്കുക. നമുക്ക് ബാക്കിയില്ലാതെയായി പോയി എന്ന് പറയാന്നല്ലാണ്ട് വേറെ എന്ത് പറയാനാ? ഒരു സാധനത്തിന്റെ രുചി അത് തൊള്ളയിലെത്തുമ്പോഴേ അറിയുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മീശ വെട്ടണം, താടി വളർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വളർത്തിയിട്ടുണ്ട്. താടി വളർത്തണം വെച്ചാൽ അതിന് വളരണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് താടി വെട്ടി ചുരുക്കി കളയണ്ട, വടിച്ചു കളയുകയും വേണ്ട. ഇനി അഥവാ അങ്ങനെ താടി വളർത്തുമ്പോഴും ശ്രദ്ധിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് താടിക്കാരൻ എന്ന് പറയുന്ന രൂപത്തിൽ താടി വളർത്തണ്ട. ഉണ്ടല്ലോ ആ താടിക്കാരൻ എന്ന് പറയുന്ന രൂപത്തിൽ കണ്ടാ പേടിയാകുന്ന രൂപത്തിൽ അങ്ങനെ താടി വളർത്തണ്ട എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. താടിക്കാരൻ എന്ന് പറയുന്ന രൂപത്തിലാകണ്ട. അപ്പോ നല്ല ഭംഗിയിൽ താടി വളർത്തണം, മീശ വെട്ടണം, മുടി ചീകണം, മുടിക്ക് എണ്ണ ഇടണം. ഇപ്പൊ ചില ചെറുപ്പക്കാര് അവരുടെ സ്വഭാവം എന്താ അറിയോ? മുടി ചീകൂലെന്ന്. ഞാനിപ്പോ അടുത്ത് കണ്ട ഒരു സ്ഥലത്ത് പോയപ്പോ കണ്ണാടിന്റെ മുമ്പ് പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ മുടി ഇങ്ങനെ ആദ്യം ഒന്ന് ഇങ്ങനെ കൊരടിയാണ്, പിന്നെ രണ്ടാമത്തെ പരിപാടി ഇങ്ങനെ മേലോട്ടേക്ക് ഈ മുടി ഇങ്ങനെ തെറിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേൽപോട്ടേക്ക് ആക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനല്ല. നബി തങ്ങൾ അത് അടക്കി ഒരു അച്ചടക്കം വേണ്ടേ? മുടി തന്നെ കാണുമ്പോൾ അച്ചടക്കില്ലാതെയായി പിന്നെ ബാക്കി എന്ത് പറയാനാണ്? അപ്പൊ മുടിക്കും വേണം അച്ചടക്കം, നമ്മൾ എല്ലാറ്റിനും വേണം അച്ചടക്കം. അപ്പൊ മുടിക്കൊരു അച്ചടക്കം വേണം. അതിനാണ് എണ്ണിട്ട് വാരണത്. അങ്ങനെ എണ്ണിട്ട് വാരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണ തലയെക്കെട്ടിലാവൂല. അതുകൊണ്ട് നബി തങ്ങൾ തലയെക്കെട്ടിന്റെയും മുടിയുടെയും ഇടയ്ക്കൊരു ചെറിയ വസ്തു വെക്കാറുണ്ട്, തലയെക്കെട്ട് മുഷിയാതിരിക്കാൻ വേണ്ടി, എണ്ണയാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ മുടി വാരണം, മുടി ഇങ്ങനെ പാറിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു കാഴ്ച കാണുന്നുണ്ട്. അതെങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ഹോമം. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇപ്പൊ ഒരു പുതിയ പരിപാടി. അങ്ങനെ 4 ഭാഗം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പഠിച്ചാൽ, അല്ലെങ്കിൽ ശരിക്കും അടിയിലോളം വെട്ടിക്കിട, ഇത് മധ്യത്തിൽ മാത്രം കൂമലായിട്ട് ഒരു പൂഞ്ഞപ്പല പോലെ കുറച്ച് മൂടി. അതും അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയല്ല. നമ്മൾ റസൂലുള്ളാഹിന്റെ മാതൃക സ്വീകരിക്കണം. നമ്മളെന്തിന് വേറെ ഏതോ ഒരു സിനിമാ നടന്റെ അല്ലെ വേറെ ഏതോ ഒരു അമേരിക്കക്കാരന്റെ അവനല്ലല്ലോ. നമുക്ക് പിന്തുടരാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിനേക്കാൾ നമുക്ക് സ്നേഹിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുമ്പോൾ അവിടുന്ന് മുടി വളർത്തിയതുപോലെ മുടി വളർത്തുക, അവിടുന്ന് തലപ്പാവ് ധരിച്ചതുപോലെ തലപ്പാവ് ധരിക്കുക. ഇനി അതെ, അവിടുന്ന് ഡ്രസ്സ് ധരിച്ചതുപോലെ ഡ്രസ്സ് ധരിക്കുക, അവിടുന്ന് നടന്നതുപോലെ നടക്കുക, അവിടുന്ന് കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിനയത്തോടെയാണ് അവിടുന്ന് ഇരിക്കാറുള്ളത്, വിനയത്തോടെയാണ് ഇരിക്കേണ്ടത്. നബിതങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കഴിച്ചിട്ടില്ല, നമ്മളും കൂടുതൽ കഴിക്കണ്ട, ഒത്ത പോലെ കഴിച്ചാൽ മതി. അതെ, അതാണ് ആരോഗ്യത്തിന് നല്ലത്. അതേപോലെ ഏത് വിഷയത്തിലും അവിടുന്ന് അമിതമാകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് എല്ലാം മിതത്വം, മിതത്വം. ആ മിതത്വം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സർവ്വരംഗത്തും വേണം. ഒരു സ്ഥലത്തും നമ്മൾ അമിതമായി പോകാൻ പാടില്ല. ഏത് വിഷയം ചെയ്യുമ്പോഴും അതിന്റെ പിന്നാമ്പുറം ചിന്തിച്ചുകൊണ്ട് വേണം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് വേണം പറയാൻ. അങ്ങനെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ എന്തെല്ലാമോ തൊള്ളയിൽ വരുന്നൊക്കെ പറയാ, അല്ലെങ്കിൽ കാണുന്നതൊക്കെ എഴുതുക, അങ്ങനെ രൂപം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരെയും ആക്ഷേപിച്ച് ഗീബത്ത് പറയുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പൊ ഗീബത്ത് പറയലല്ല, ഗീബത്ത് അയക്കലാണ്. ഗീബത്ത് അയക്കലാണ്. എല്ലാവർക്കും ഉണ്ട് കുറെ ഗ്രൂപ്പ്. അതെ, കുറെ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് ഏകദേശവും ഗീബത്ത് നടക്കുന്ന ഗ്രൂപ്പുകളാണ്. വേറുള്ളവരുടെ കുറ്റം പറയലാണ് പലർക്കും പരിപാടി. അതിന് പകരം, കുറ്റം പറയുന്നതിന് പകരം ആരെ പറ്റിയും തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ സ്വകാര്യത്തിൽ വിളിച്ച് അയാളോട് പറയാ, നിങ്ങൾ ആ ചെയ്തതിൽ തെറ്റുണ്ട്, അതിങ്ങനെ തിരുത്തണം എന്ന് പറയാ. നേരെ മറിച്ച് അതിങ്ങനെ ഗ്രൂപ്പിലിട്ട് മറ്റുള്ളവരെ കൊണ്ട് അലക്കിക്കണോ? അതിന് ആ ഒരു ആവശ്യമില്ലല്ലോ, അത് പാടില്ലല്ലോ. എത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങൾ വിരോധിച്ചത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഈ വിഴുപ്പ് അലക്കുന്ന ഗ്രൂപ്പുകാരായി പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദ ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ എന്ന് നമ്മൾ വെറുതെ പഠിപ്പിച്ചതല്ല. എല്ലാവരെ പറ്റിയും നല്ലതാണ് വിചാരിക്കേണ്ടത്. ഇനി അഥവാ അബദ്ധമാണ്, തെറ്റാണ് എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം, മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ നല്ലത് മാത്രമേ ആരെ സംബന്ധിച്ചും നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. നമ്മുടെ മനസ്സ് അഹങ്കാരം ഉണ്ടാകരുത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഒരു അടിമയിരിക്കും പോലെ ഞാൻ ഇരിക്കുന്നു. ഒരു അടിമ ഭക്ഷണം കഴിക്കും പോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ആ ബോധം നബി തങ്ങളിൽ ഉണ്ടാവുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. നമുക്കൊരിക്കലും അഹങ്കാരം നമ്മെ സ്പർശിക്കാൻ പാടില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആർക്കും വന്ന് കാണാം, ആർക്കും സംസാരിക്കാം, എല്ലാവർക്കും അർഹതപ്പെട്ട സ്ഥാനം വകവെച്ച് കൊടുക്കും. സുമാബത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന മനുഷ്യൻ വല്ലാതെ ആക്രമിച്ച് ഒരുപാട് ആളെ കൊന്നവനാണ്. പക്ഷേ അവനെ സഹാബത്ത് അതേ പട്ടാളം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ മദീനത്തെ പള്ളിയിൽ അറസ്റ്റ് ചെയ്തപ്പോ നബിതങ്ങൾ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് മാന്യമായ ഒട്ടകത്തിന്റെ പാല് കൊടുക്കണം, അദ്ദേഹത്തിന് നല്ല മാന്യമായ ഭക്ഷണം കൊടുക്കണം. അയാൾ ഒരു വിഭാഗത്തിന്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം കഠിന ശത്രുവാണെങ്കിലും ഒരു നാട്ടിന്റെ നേതാവാണ്. അപ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം വകവെച്ച് കൊടുക്കണം. അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയാ സുമാമ? അയാളെ മറുപടി, നിങ്ങൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോളൂ, കൊല്ലാനൊക്കെ അർഹത ഉണ്ട്, പിന്നെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ നന്ദി ഉണ്ടാവും എന്നൊക്കെ പറയാനാണ്. ഇയാൾ നന്നാകാൻ തയ്യാറില്ല. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നിലക്ക് അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തി. അവസാനം സുമാമ എഴുച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി നല്ല ഒരു അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് കുളിച്ച് വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമയിൽ ഇസ്ലാം എന്ന് സ്വീകരിച്ചിട്ട് പറയാണ്, ഞാൻ മക്കയിലേക്ക് ഉംറക്ക് പോവാണ്, ഞാൻ അവിടെ ചെന്നാൽ ഞാൻ അവിടെ പോയിട്ട് ഉംറ ചെയ്യാൻ പോവാണ്, സമ്മതം തരണം. ഇനി ഒരു കാര്യം അങ്ങയുടെ സമ്മതം ഇല്ലാതെ ഒന്നും ചെയ്യൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഏത് കാര്യം ചെയ്യാവൂ. അദ്ദേഹത്തിന് ഈമാൻ ഖൽബിലേക്ക് കടന്നുപോയി. അദ്ദേഹം പറഞ്ഞു, ഈ നേരത്തെ എനിക്ക് ഇത്ര വെറുപ്പുള്ള ഒരു മുഖം വേറെയില്ല, ഇപ്പോൾ അത്ര സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു മുഖം വേറെയില്ല. നിങ്ങളുടെ നാട് പോലെ വെറുപ്പുള്ള ഒരു നാടില്ലായിരുന്നു, അത്ര സ്നേഹമുള്ള ഒരു നാട് എനിക്ക് വേറെയില്ല. നിങ്ങളുടെ പേര് അങ്ങേയടുത്ത വെറുപ്പായിരുന്നു, അങ്ങയുടെ പേര് പോലെ സ്നേഹമുള്ള ഇഷ്ടമുള്ള അതേ ആദരവുള്ള ഒരു പേര് വേറെ ഇപ്പോൾ എനിക്കില്ല. ഞാൻ മക്കയിലേക്ക് പോകാൻ ഉംറക്ക് സമ്മതം തരണം. സമ്മതം കൊടുത്തു. അവിടെ ചെന്നപ്പോ അവിടെയുള്ള മുശ്രിക്കീങ്ങൾ ഒന്ന് ഭീഷണിപ്പെടുത്തി. അയാൾ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഭക്ഷണം വരുന്നത്, മുഴുവൻ ഞാൻ തടഞ്ഞു വെക്കും. അവർ പേടിച്ചു. അവർ അദ്ദേഹത്തിന് സർവ്വ സൗകര്യം ചെയ്തു കൊടുത്തു. പോയതിന്റെ ശേഷം അയാളും ചെയ്തു, ഇനി ധാന്യം മക്കയിലേക്ക് അങ്ങോട്ടൊരൊറ്റ ധാന്യം കയറ്റിയേക്കരുത് എന്ന് ഓർഡർ ചെയ്തു. ആ മക്കയിലുള്ളവർ പട്ടിണി കിടക്കാൻ തുടങ്ങി. പട്ടിണിക്ക് പട്ടിണിയായപ്പോ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്ത് കൊടുക്കുകയാണ്, നബി തങ്ങൾക്ക് വിവരം അറിയിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ പട്ടിണിയിലാണ്, അദ്ദേഹം നിങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട്, അയാൾ ഇപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല, ഭക്ഷണം കയറ്റിയേക്കുന്നില്ല, കയറ്റിയേക്കാൻ വിടുന്നില്ല, ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ, ഞങ്ങളെ ഒന്ന് പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. സ്വന്തം നാട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വന്ന സമൂഹമാണ്. നബി തങ്ങൾക്ക് വിദ്വേഷമില്ല. അദ്ദേഹത്തിന് കത്തയക്കുന്നു, അവരെ ഭക്ഷണം തടയണ്ട, ഭക്ഷണം വീണ്ടും കൊടുത്തയക്കുന്നു. ഇതെന്തൊരു സ്വഭാവമാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ സ്വഭാവം അത് അംഗീകരിക്കാത്ത ഒരു ശത്രുവും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ബോധ്യമാണ് നബി തങ്ങൾക്ക് കത്തയക്കാൻ ധൈര്യം വന്നത് എന്തുകൊണ്ടാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിഷമിച്ചിട്ട് പറഞ്ഞാൽ തട്ടൂല എന്ന പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവമുള്ളവരാകണം. അവിടെയാണ് ഒരു ദഅവത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ നല്ല കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകണം. അതേ സമയത്ത് മോശമായ കാര്യങ്ങളിലൊന്നും നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കയ്യിൽ വിക്കാസ് എടുത്തുകൊണ്ട് ഖന്തഖിൽ കിടങ്ങ് കീറുകയാണ്. നമുക്കൊരു കൊടി കെട്ടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് വല്ല കൊടി കെട്ടുന്ന പണി അവനിക്കായാലെന്താ, റോട്ടുമ്മൽ വളണ്ടിയർ ആകുക, അതോനായാലെന്താ, സ്റ്റേജ് മേൽ വളണ്ടിയർ ഞാനാകാം. ഇങ്ങനെ ഒരു ചിന്തയല്ലേ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. സ്റ്റേജ് മേൽ വളണ്ടിയർ ആയാലോ എല്ലാ ചാനലിലും ഉണ്ടാവും, അതേ പത്രത്തിൽ ഫോട്ടോത്തുണ്ടാവും. അതേ സമയത്ത് റോട്ടുമ്മൽ വളണ്ടിയർ ആയാലോ ചിലപ്പോൾ വെള്ളം കിട്ടൂല, വല്ലാണ്ട് ബുദ്ധിമുട്ടും, ആരോട്ട് കാണുകയില്ല, ഒരു പത്രത്തിലോട്ട് വരികയില്ല. അങ്ങനെയല്ലല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കയ്യിൽ വികാസ് എടുത്തുകൊണ്ട് അവിടുന്ന് കീറുകയാണ്.
അങ്ങനെ കീറുമ്പോ ഒരു സ്ഥലത്ത് ഒരു വലിയ കല്ല് പ്രത്യക്ഷപ്പെട്ട് സഹാബികൾക്ക് ആർക്കും അത് പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പോയി അന നാസിൽ, ഞാൻ ഇറങ്ങി പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് അതാ കൈ പൊക്കിയിട്ട് അവിടുന്ന് ഇടിക്കുമ്പോൾ അവിടുത്തെ വയറ്റിന് 2 കല്ല് വെച്ച് കിട്ടിയതായി സഹാബത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെയാണ് ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയിട്ട് ഒരു കുറഞ്ഞ ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഭാര്യയോട് ഉള്ളത് ഉണ്ടാക്കിയിട്ട് വിളിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോ ഇന്ന ജാബിറൻ സനഅ തആമൻ ഫഹിയലം ബിക്കും, ജാബിർ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാവരും വരുന്നുണ്ട്. 1000 ആളുകളെ അങ്ങോട്ട് വിളിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 10 ആൾക്ക് തിന്നാനുള്ള ഭക്ഷണമില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ പേടിക്കണ്ട, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടുത്തെ ഉമിനീര് ഒരല്പം ചേർത്തു, അതിലൊരു ബർക്കത്ത് നേർന്നപ്പോ എല്ലാവരും കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തന രംഗത്ത് സജീവമാണ്. അതുപോലെ ഞാനൊരു വലിയ നേതാവാണ് എന്ന നിലക്ക് കസേരയിലിരിക്കുകയല്ല, പ്രവർത്തന രംഗത്ത് സജീവാണ്. നമ്മൾ സ്വന്തത്തിൽ തന്നെ നമ്മൾ പ്രവർത്തകരാകണം. നമ്മൾ അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകരുത്, താഴ്മ വേണം. വേറൊരാൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല ചെയ്തത്, പക്ഷേ തെറ്റിദ്ധരിക്കാൻ വകുപ്പുണ്ടായാലോ തെറ്റിദ്ധാരണ തിരുത്തണം. അതല്ലേ നബി തങ്ങൾ സ്വന്തം ഭാര്യയോട് സംസാരിക്കുന്നു, അപ്പോൾ 2 ആൾ പോകുന്നു, അവര് സ്പീഡ് കൂട്ടി പോകുന്നു, തിരിച്ചു വിളിക്കുന്നു, അത് ഈ സഫിയത്തു, ഇതെന്റെ ഭാര്യ സഫിയാണ് കേട്ടോ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. കാരണം നമ്മൾ തെറ്റിദ്ധാരണ ഇല്ലാത്ത, തെറ്റല്ല ശരിയാണ്, ചെയ്യുന്ന കാര്യം ശരിയാണെങ്കിൽ പോലും നമ്മൾ ദായികളാണ്. നമ്മളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അങ്ങനെ തെറ്റിദ്ധാരണ വരും എന്ന് തോന്നിയാൽ അത് തിരുത്തി കൊടുക്കണം എന്നത് മാതൃകയായി പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒപ്പിയെടുക്കാൻ വേണ്ടി നോക്കണം. സ്വഭാവത്തിൽ അവിടുത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ നല്ല ദഅവത്തിന്റെ പ്രവർത്തനം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. ആ മുഖം കണ്ടവർ അവർ ഭാഗ്യവാന്മാരാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായി എന്ന് കേട്ടപ്പോൾ കൈ ഉയർത്തി ഒരൊറ്റ ദുആ, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട കണ്ണാണ് എൻ്റെ, ഇനി ആ മുഖം കാണുകയില്ലെന്നല്ലേ പറയുന്നത്. ഫഅൽമി ബസരി, എൻ്റെ കണ്ണിന്റെ കാഴ്ചയില്ലാതെ ആക്കണം അല്ലാ. ആ കണ്ട കണ്ണോടുകൂടെ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയണം. എൻ്റെ കണ്ണിന്റെ കാഴ്ചയില്ലാതെ ആക്കണം. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു. കാരണം ആ മുഖം കണ്ട കണ്ണാണ്. അത് കാണാൻ പാവപ്പെട്ട നമുക്ക് സാധിച്ചിട്ടില്ല, നമുക്കതിന് അവസരമുണ്ടായിട്ടില്ല. നമുക്ക് അവിടുത്തെ മുഖം കാണാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്ത് പിന്തുടർന്ന് ജീവിക്കണം. അവിടുന്ന് കഠിനാധ്വാനം ചെയ്ത് പോറ്റിയതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അവിടുത്തെ മുൻപല്ല് പൊട്ടി തെറിച്ചു, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു, അവിടുത്തെ കയ്യിൽ നിന്ന് വിരലിൽ നിന്ന് പൊട്ടി ഒലിച്ചു, നാട് വിടേണ്ടി വന്നു, വീട് വിടേണ്ടി വന്നു. അവിടുത്തെ ഉറ്റവരായ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. കുടുംബത്തിൽ പലരും ഹംസ റളിയല്ലാഹു അൻഹു അടക്കം കൊല്ലപ്പെട്ടു. ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചു. എന്നിട്ടാണല്ലോ നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ, നമുക്ക് ഈമാൻ വിതരണം ചെയ്യാൻ അവിടുത്തെ ഈ അധ്വാനങ്ങൾ മുഴുവനും അധ്വാനിച്ച് ജീവിച്ചു. അങ്ങനെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണണം. അത് കാണാൻ ആ നബി തങ്ങൾ പഠിപ്പിച്ച ദീൻ ഹഖായ നിലയ്ക്ക് ഇവിടെ നിലനിർത്തണം. അതിനാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് സജീവമായിരിക്കണം. അത് പ്രകോപനമുണ്ടാക്കിയിട്ടല്ല, ചീത്ത പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാദർശങ്ങളെ സംബന്ധിച്ച് നന്നായി നമ്മൾ പഠിക്കണം. അതിവിടെ നിലനിർത്തണം. അത് പോയാൽ ഇവിടെ ദീൻ പിന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായങ്ങൾ മുഴുവനും, അഥവാ ആദ്യത്തെ കിതാബുൽ ഈമാൻ, അതിലുള്ള ഏകദേശ ഹദീസുകളും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്താൻ വേണ്ടിയാണ് ബാബുകൾ കൊണ്ടുവന്നത്, ഹദീസ് കൊണ്ടുവന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിന്റെ 1-ാമത്തെ ഹദീസ് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ഖദരികളെ കണ്ട സലാം പറയണ്ട എന്ന് പറയുന്ന ഹദീസാണ്. കാരണം സുന്നത്ത് ജമാഅത്തില്ലെങ്കിൽ ഇവിടെ ഇസ്ലാമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്താണ്, അതല്ലാത്ത മറ്റൊന്നല്ല ഇസ്ലാം. ഇസ്ലാമിൽ കുറെ സാധനങ്ങൾ, അതിലൊന്നും സുന്നത്ത് ജമാഅത്ത് അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്ത് ജമാഅത്താണ്. മറ്റുള്ളതെല്ലാം ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നിന്ന്
വ്യതിചലിച്ചു പോയതാണ്. വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോയവരുണ്ട്, കർമ്മത്തിൽ വ്യതിചലിച്ചു പോയവരുണ്ട്. അവരുടെ ആ ആശയം ഇസ്ലാമേ അല്ല, അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതാണ്. ഒരിക്കലും തന്നെ ഇത്തിക്കണ്ണികൾ അത് മരമാണെന്ന് വിചാരിക്കരുത്. ചില ഇത്തിക്കണ്ണികൾ ചില മരത്തിന്റെ മേലെ കൂടിയാൽ മരത്തെക്കാൾ ഉഷാറായിട്ട് വളരും, പക്ഷേ അത് മരമല്ല. ആ ഇത്തിക്കണ്ണി ഈ മരത്തെ നശിപ്പിക്കുന്ന സാധന. ഇതുപോലെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയങ്ങൾ മുഴുവനും ഇതിനെ നശിപ്പിക്കുന്ന വസ്തുക്കളാണ്. അത് വ്യാജ തരീഖത്താണെങ്കിലും ഇനി മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ ഏത് സാധനങ്ങളാണെങ്കിലും എല്ലാം, പ്രത്യേകിച്ച് ഷിയാക്കളടക്കം, ഷിയാക്കളുടെ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ അനുവദിക്കരുത്. അവിടെ നമ്മൾ ജാഗരൂകരാകണം, ജാഗ്രതയുള്ളവരാകണം. അത് ചിലപ്പോൾ വ്യാജ തരീഖത്തിന്റെ അഡ്രസ്സിലാണ് വരിക. അത് വളരെയേറെ ശ്രദ്ധിക്കണം. പിഴച്ച ആശയങ്ങൾ നമ്മുടെ ഇസ്ലാം ദീനിൽ കൊണ്ടുവരാൻ ഒരാളെയും അനുവദിക്കരുത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ നല്ല ചങ്കൂറ്റത്തോടുകൂടെ സജീവമായ പ്രവർത്തനം നടത്തണം. നമ്മളെ തെറ്റിദ്ധരിച്ചവർ അഥവാ നമ്മുടെ ദീനിനെ തെറ്റിദ്ധരിച്ചവർ അവരെ തെറ്റിദ്ധാരണ തിരുത്തിയെടുക്കാൻ വേണ്ടി സൗമ്യമായ സ്വഭാവത്തിൽ അവരോട് പെരുമാറി അവരെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും ഞങ്ങളുടെ ദീനിന്റെ ഹാദിമീങ്ങളായ മുഴുവൻ പ്രവർത്തകർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സർവ്വ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ മദ്ഹർ എന്ന മഹത്തായ സ്ഥാപനം അത് സ്ഥാപിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സയ്യിദാണ്. അല്ലാഹുവേ, അവർക്ക് നീ ഖബറിൽ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾ, സന്താന പരമ്പരകൾ, അതുപോലെ അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ ജമാതാക്കൾ, പുതിയാപ്പിളമാർ, അങ്ങനെ തുടങ്ങി പലരും അൽഹംദുലില്ലാഹ് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അവരോട് കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ എവിടെയുണ്ടോ അതെല്ലാം നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് അവിടുത്തെ പിന്തുടർന്ന് പരിപൂർണമായി സുന്നത്തുകൾ എടുത്ത് ജീവിക്കാനോ കറാഹത്തുകൾ കൈയൊഴിച്ച് ജീവിക്കാനോ എന്നല്ല, ദുർബല നിമിഷങ്ങളിൽ ചിലപ്പോൾ ഹറാമായത് തന്നെ വന്നു പോകാൻ സാധ്യതയുള്ള പാപികളാണ് ഞങ്ങൾ. നിർബന്ധമായത് തന്നെ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള പാപികളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്തത് കൊണ്ടല്ല, ഞങ്ങളുടെ ദൗർബല്യമാണ്. പിശാച് ഞങ്ങളെ വഞ്ചിച്ചതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏതെല്ലാം മുഅ്മിനീകൾ മുഅ്മിനാത്തുകളുണ്ടോ അല്ലാഹുവേ, ഇവിടെ വരുന്ന എത്രയോ കൊല്ലങ്ങളായി എപ്പോഴും പോയി ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണ് ഇന്നും ഭക്ഷണം കഴിച്ചത്. ആ വീട്ടുകാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. അവരെ ഇടങ്ങളിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ ചെറുപ്പക്കാർ നിന്റെ ദീനിന്റെ കാവൽക്കാരായി അല്ലാഹുവേ, അവരുടെ പരമ്പരകളും ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ നിലനിർത്തുന്നവരായി നീ അവരെ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.